ഹലോ എവ്രി വൺ, വെൽക്കം ടു വേദാന്തു മലയാളം ചാനൽ. എല്ലാവർക്കും വേദാന്തു മലയാളം ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ലിറിൻ ഡേയ്സ്, യുവർ ഫിസിക്സ് മാസ്റ്റർ ടീച്ചർ. ആൻഡ് യെസ്, ഓഫ് കോഴ്സ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? നമ്മുടെ ലോസ് ഓഫ് മോഷന്റെ പാർട്ട് 2 അല്ലേ. നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. നമ്മൾ എന്താണ് ന്യൂട്ടൺസിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും നമ്മൾ റീഫ്രഷ് ഒക്കെ ചെയ്തു. ഇനി കുറച്ച് എന്താ പറയുക, വെയിറ്റേജ് കൂടിയ കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ ആകെ എനിക്ക് പറയാനുള്ളത്, സ്റ്റാർട്ടിങ് ടു എൻ്റെ ഒരു നോട്ട്ബുക്കും പെന്നൊക്കെ പിടിച്ചിരുന്ന് അടിപൊളിയായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് നോട്ട്സ് ഒക്കെ എഴുതുക. അതിനുശേഷം നോട്ട്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. എഗെയിൻ എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ വീണ്ടും വീഡിയോ വന്ന് കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ബിഫോർ ദാറ്റ്, നമ്മുടെ ടെലഗ്രാം ചാനൽ അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ട നോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആണ്. സോ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ടെലഗ്രാമിൽ ഓടിപ്പോയി ജോയിൻ ചെയ്തോ. ആൻഡ് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് യൂസ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ പോയിട്ട് ജസ്റ്റ് വേദാന്തു മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേദാന്തു മലയാളത്തിൻ്റെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. അവിടെ ടീച്ചേഴ്സ് ലൈവ് വരുന്നുണ്ട്, നിങ്ങൾക്കുള്ള റിപ്ലൈസ് ഒക്കെ തരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്തു. കാരണം നിങ്ങൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. എക്സാം പോയിന്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ബോർഡ് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടാനുള്ള അതുപോലെയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. സോ സെക്കൻഡ് പാർട്ട് ആണെങ്കിൽ കൂടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് വരിക. ഓക്കെ, സോ അപ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷന്റെ പാർട്ട് 2 ആണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? യെസ്, നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലെ, ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അതുപോലെ ഇനേർഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു അല്ലെ, ഇനേർഷ്യനെ കുറിച്ച് നമ്മൾ പഠിച്ചു. സെക്കൻഡ് ലോ പഠിച്ചു, തേർഡ് ലോ പഠിച്ചു. ആൻഡ് ഓൾസോ ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരൊക്കെ പഠിച്ചത്? ഇമ്പൾസിനെ കുറിച്ച് പഠിച്ചു. ദെൻ പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? യെസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് അതിൻ്റെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം കേട്ടോ. ആ പ്രോബ്ലംസ് ഒക്കെ ചെയ്താലാണ് നമുക്ക് ഫുൾ കോൺഫിഡൻസിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഒരുപാട് പ്രോബ്ലംസ്, ഒരുപാട് വെറൈറ്റി ഓഫ് പ്രോബ്ലംസ് നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന്. ഓക്കെ, സോ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ, അതുപോലെ തന്നെ ഇമ്പൾസ്, കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഇനേർഷ്യ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എങ്ങോട്ട് പോവാം? യെസ്, കോമൺ ഫോഴ്സസ്. ഓക്കെ, കോമൺ ഫോഴ്സസ് ഇൻ മെക്കാനിക്സ്. ഓക്കെ അല്ലേ, കോമൺ ഫോഴ്സസ് ഇൻ മെക്കാനിക്സ്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ പഠിക്കുന്ന നേരെ കുറിച്ച് ആ വെയിറ്റ് അല്ലേ, നമ്മുടെ വെയിറ്റ്. ഓക്കെ, നീ എത്ര വെയിറ്റ് ആണെന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും കസിൻസ് ഒക്കെ, നമ്മുടെ ആൻറ്റിമാരൊക്കെ ചോദിക്കും, ഓ ഈ കൊച്ചിനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ല, ഇത് ഒന്നും ഇല്ലല്ലോ, ഇത് വെയിറ്റ് ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും അല്ലേ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നമ്മുടെ എന്താ പറയുക, ഹൈറ്റിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പ്രോപ്പറായിട്ടൊക്കെ ഫുഡ് കഴിക്കുക. ഒരുപാട് ഫുഡും കഴിക്കരുത്, അറ്റ് ദ സെയിം ടൈം ഒരുപാട് കുറച്ച് ഫുഡ് കഴിക്കരുത്. മിതമായ രീതിയിൽ എപ്പോഴും ഹെൽത്തി ഫുഡൊക്കെ കഴിക്കുക, എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കുക. കാരണം നമ്മൾ ഈ ഒരു ജനറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഏജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ഏജാണ് അല്ലേ. നമുക്ക് അത്രയും എന്താ പറയുക, അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഏജാണ്. സോ യെസ്, അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മുടെ വെയിറ്റ്. ഓക്കെ, ഞാൻ ബയോളജിയിലോട്ട് കൂടുതലായിട്ട് പോകുന്നില്ല. നമ്മുടെ അഞ്ജന മിസ്സും അശ്വതി സോറി നമ്മുടെ അശ്വിനി മിസ്സും, ഓക്കെ, അശ്വിനി മിസ്സും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഫിസിക്സിലെ വെയിറ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഫോഴ്സസ് പഠിച്ചിട്ടുണ്ട്, ലൈക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്, അതുപോലെ എന്തൊക്കെ ഒത്തിരി ഫ്രിക്ഷണൽ ഫോഴ്സ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ എത്രയോ ഫോഴ്സസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം ഈ ഫോഴ്സിൽ തന്നെ കുറച്ച് പെർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെക്കാനിക്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് ഫോഴ്സസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഫോഴ്സസിനെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കോൺടാക്ട് ഫോഴ്സും ഉണ്ട്, നോൺ കോൺടാക്ട് ഫോഴ്സും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. കോൺടാക്ട് ഫോഴ്സ്, നോൺ കോൺടാക്ട്. കോൺടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, രണ്ട് ബോഡീസ് തമ്മിലുള്ള കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ, ലൈക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെ, കോൺടാക്റ്റിൽ ഇരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫോഴ്സ്. ഇനി അതല്ല, നോൺ കോൺടാക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഇവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, നേരിട്ട് നമുക്ക് കാണുമ്പോൾ ഇവർ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, പക്ഷെ എന്തുണ്ട്, ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്, ലൈക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പം നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കോൺടാക്റ്റിലൊന്നും വരുന്നില്ല അല്ലേ. അപ്പം അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫോഴ്സ്, ഇതൊക്കെ എന്താണ്? കോൺടാക്ട്ലെസ്, അതായത് ഒരു കോൺടാക്റ്റും ഒബ്ജക്റ്റുകൾ തമ്മിലില്ല, പക്ഷെ ആ ഒരു ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സിംപ്ലി കോൺടാക്ട് ഫോഴ്സും നോൺ കോൺടാക്ട് ഫോഴ്സ് എന്നും പറഞ്ഞാൽ ആ നെയിം ഇറ്റ് സെൽഫ്, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കോൺടാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ഉണ്ട്, കോൺടാക്ട് ഇല്ലെന്ന് പറഞ്ഞാൽ കോൺടാക്ട് ഇല്ല. ഓക്കെ, അതിന് എക്സാമ്പിൾസ് നമുക്ക് കിട്ടി. ഇനി അടുത്തതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം വെയിറ്റ് എന്ന് പറയുമ്പം ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഇതാണ് ഇപ്പം ഒരു ബോഡി എന്ന് വിചാരിക്കുക. ഓക്കെ അല്ലേ, ഇതാണ് ഒരു ബോഡി. ഇതിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്നും, എവിടെന്നാ? സെന്റർ ഓഫ് മാസിൽ നിന്നും. ഓക്കെ അല്ലെ, സെന്റർ ഓഫ് മാസിൽ നിന്നും നമ്മുടെ ഭൂമിയിലോട്ട്, ഓക്കെ, ഭൂമിയുടെ സെന്ററിലോട്ട് ഒരു അട്രാക്ഷൻ, ആ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വെയിറ്റ് എന്ന് പറയുന്നത്.
ഓക്കെ അല്ലേ? അതായത് നമ്മുടെ ഒരു ബോഡി, ആ ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ നിന്നും നമ്മുടെ എർത്തിന്റെ സെന്ററിലോട്ട് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് ആരെന്ന് പറയുന്നത് വെയിറ്റ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെയിറ്റ്. ഓക്കെ അല്ലേ? വെയിറ്റ് ആസ് ദ മെഷർ ഓഫ് ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിങ് ഓൺ ആൻ ഒബ്ജെക്ട്. ഓക്കെ, ഒരു ഒബ്ജക്റ്റില് എർത്തിന്റെ ഇൻഫ്ലുവൻസ് കാരണം അല്ലെങ്കിൽ എർത്തിന്റെ സെന്ററിലോട്ട് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് വെയിറ്റ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സേ ഞാനിപ്പം ഒരു ഗ്രൗണ്ട്, ഒരു പ്ലെയിൻ സർഫസ്, ഓക്കെ അല്ലെ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ഗ്രൗണ്ട്, ഓക്കെ അല്ലേ, ഒരു ഗ്രൗണ്ട് അവിടെ ഉണ്ട്. ഓക്കെ, നിറയെ പുല്ലൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ഗ്രൗണ്ട്. സോ അവിടെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോഡി വെച്ചു. ഓക്കെ അല്ലേ, എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, നമ്മൾ അവിടെ കൊണ്ടുവച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഈ ബോഡിയുടെ സെന്റർ ഓഫ് മാസ്, ആ സെന്റർ ഓഫ് മാസിൽ നിന്ന് എന്താ ആക്ട് ചെയ്യുന്നത്, യെസ്, എർത്തിന്റെ സെന്ററിലോട്ടുള്ള ഫോഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് എന്ത് പറയാം, ഇതിന്റെ മാസ് എം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം mg ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, mg ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് എന്തായിരുന്നു മക്കളെ, mg. ഓക്കെ, നമ്മുടെ സെന്റർ ഓഫ് മാസിൽ നിന്നും, നമ്മളാണ് ഇവിടെ നിൽക്കുന്നത് വിചാരിക്കും, ഗ്രൗണ്ടിൽ നമ്മളാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മളാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ സെന്റർ ഓഫ് മാസിൽ നിന്നും ഓക്കെ നേരെ എർത്തിലോട്ടുള്ള ഫോഴ്സ് ആണ് നമ്മുടെ mg എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ബി ഓൾവേസ് ടുവേർഡ്സ് എർത്ത് ആയിരിക്കും. ഓക്കെ അല്ലേ? തെറ്റിക്കരുത്, ഓൾവേസ് ടുവേർഡ്സ് എർത്ത് ആയിരിക്കും. നിങ്ങൾ തെറ്റിക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഞാനിപ്പോ ഒന്ന് കാണിച്ചു തരാം. അതായത് ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഗ്രൗണ്ട്, ഈ ഗ്രൗണ്ടിൽ നിന്നും ഒരു ചെറിയൊരു ചെരിവ്, ഓക്കെ, ഒരു തീറ്റ ആംഗിൾ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? നമ്മുടെ ഗ്രൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഓക്കെ അല്ലേ? നമ്മുടെ ഒരു സമതല പ്രതലം. ഓക്കെ അല്ലേ? അവിടെ എന്താണ്, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇരിക്കുകയാണ്. ഓക്കെ, അത് ഹൊറിസോണ്ടലും ആയിട്ട്, അതായത് നമ്മുടെ ഗ്രൗണ്ടുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരുന്നു, ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ, തീറ്റ ആംഗിൾ മേക്ക് ചെയ്തേക്കുക. ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഇവിടെ ആ തീറ്റ ആംഗിൾ മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒബ്ജക്റ്റ് ഇതാ ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ അല്ലേ? ആ ഒബ്ജക്റ്റിന്റെ മാസ് എത്രയായിരുന്നു മക്കളെ, എം തന്നെയാണ് അതിന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ പറയാട്ടോ. സോ ഇവിടുത്തെ സെന്റർ ഓഫ് മാസിൽ നിന്നും നമ്മൾ ഇനി നമ്മുടെ വെയിറ്റ്, ഓക്കെ, വെയിറ്റ് ആക്ട് ചെയ്യുന്നത് വരച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? സിമ്പിൾ അല്ലേ? എങ്ങനെയാ സിമ്പിൾ ആന്ന് പറയുന്നത് മിസ്സേ? യെസ്, നമ്മളിതാ ഈ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. ഓക്കെ, എന്തുകൊണ്ടാണ്, ഓൾവേസ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ആ സെന്റർ ഓഫ് മാസിൽ നിന്നും ടുവേർഡ്സ് എർത്ത് ആയിരിക്കും. അതായത് നേരെ താഴത്തോട്ടായിരിക്കും. ഓക്കെ അല്ലേ? നേരെ താഴത്തോട്ടായിരിക്കും ആര് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ mg കുട്ടൻ. ഓക്കെ, നമ്മുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്നുണ്ടെങ്കിലും, ഇതിപ്പോ സർഫസിന് നോക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ വരാ, ഇങ്ങനെ വരാം അല്ലേ? യെസ്, നേരെ അല്ലേ, നേരെ സർഫസിന് നേരെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വേറെയാണ്. ഓക്കെ അല്ലേ? സോ mg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾവേസ് എന്തായിരിക്കും, ടുവേർഡ്സ് എർത്ത് ആയിരിക്കും. ടുവേർഡ്സ് എർത്തിലോട്ടായിരിക്കും ഓൾവേസ് നമ്മുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ബോഡിയുടെ സെന്റർ ഓഫ് മാസിൽ നിന്നും എർത്തിന്റെ സെന്ററിലോട്ടുള്ള ആ ഒരു ഫോഴ്സ്, ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് ഇസ് ദ മെഷർ ഓഫ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ആക്ടിംഗ് ഓൺ ആൻ ഒബ്ജെക്ട്. അതിനെ നമ്മൾ പറഞ്ഞു W, which is equal to എന്തായിരുന്നു, mg. ക്ലിയർ? ഇനി ഒരിക്കലും എന്തായിരിക്കില്ല, ഇനിയിപ്പോ നമുക്ക് ഇവിടെ പറയാം, അതായത് നമ്മുടെ ഈ സർഫസ്, ഓക്കെ, നമ്മുടെ ഈ സർഫസ് എന്തായിരുന്നു, സമതല പ്രതലമായിരുന്നു. അപ്പൊ അതെന്താണ്, നമ്മുടെ mg എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരുന്നു. അതായത് നമ്മുടെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് mg ആക്ട് ചെയ്തത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇൻക്ലൈൻഡ് പ്ലെയിനിലാണെന്നുണ്ടെങ്കിൽ ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആണോ? അല്ല. ഓക്കെ, ഈ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല mg ആക്ട് ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൾവേസ് ടുവേർഡ്സ് എർത്ത് ആയിരിക്കും. ഓക്കെ അല്ലേ? സോ അതുകൊണ്ട് തെറ്റിക്കരുത്. ഇൻക്ലൈൻഡ് പ്ലെയിൻ ആയിട്ടുണ്ടെങ്കിൽ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നേരെ താഴത്തോട്ട്. ഓക്കെ, ഇങ്ങനെയാണ് സർഫസ്, ഇങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആയിട്ട്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ല വരയ്ക്കേണ്ടത്. എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, നേരെ എർത്തിന്റെ താഴത്തോട്ട്. ക്ലിയർ ആയല്ലോ? കൺഫ്യൂഷൻ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നു. കൺഫ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഒന്ന് ലൈക്ക് അടിച്ചോ മക്കളെ. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കൊന്ന് മനസ്സിലാവണമല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. നെക്സ്റ്റ് എന്താണ്, ടെൻഷൻ. എന്റെ പൊന്നോ, എക്സാമോ വരുന്ന ഈ ചാപ്റ്റർ ഒന്നും മനസ്സിലായിട്ടില്ല, എക്സാമിന് എന്ത് എഴുതും, അയ്യോ ആകെപ്പാടെ ടെൻഷൻ. ആ ടെൻഷൻ ആണോ മക്കൾ ഇവിടെ പറയുന്നത്? അല്ല, ആ ടെൻഷൻ അല്ല. ഓക്കെ, ചുമ്മാ ഒരു എന്റർടൈൻമെന്റ്. ഓക്കെ, യെസ്. അപ്പൊ ആ ടെൻഷൻ അല്ല. നമുക്കറിയാം, നമുക്ക് ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ ഫിസിക്സിൽ എന്താണ് ടെൻഷൻ, നിങ്ങൾ പഠിച്ചു കാണുമല്ലേ, വലിവ് ബലം. ഓക്കെ, ചിലപ്പം ഈ ഒരു ടേം നിങ്ങൾക്ക് പരിചയം ഉണ്ടാവില്ല, വലിവ് ബലം. ഓക്കെ അല്ലെ? ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ, വലിക്കുമ്പോൾ വരുന്ന ബലം. ഓക്കെ, വലിവ് ബലം. ഓക്കെ, ഇത് മാത്രം മനസ്സിൽ വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാലോ. അതായത് ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു റോപ്പ്, ആ റോപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു പെർട്ടിക്കുലർ മാസ് ഉള്ള ഒരു വെയിറ്റ് നമ്മൾ ഇട്ടു. ഓക്കെ, ഒരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹാങ് ചെയ്തു. അപ്പം എന്താവും, ആ സ്ട്രിങ്ങിന് അല്ലെങ്കിൽ ആ റോപ്പിന് എന്ത് വരും, യെസ്, അതിനൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, ടെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ?
ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ലൈക്ക് ഇടണേ. ഓക്കെ, യെസ്. അപ്പൊ ഒന്നുമില്ല, നമ്മുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട്, ഓക്കെ, ഒരു സ്ട്രോങ് സപ്പോർട്ടില് നമ്മൾ ഒരു സ്ട്രിങ് ഇങ്ങനെ വെച്ചു. ആ സ്ട്രിങ്ങിൽ നമ്മൾ എന്ത് ചെയ്തു? എം മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹാങ് ചെയ്തു. ക്ലിയർ അല്ലേ? എം മാസമുള്ള ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഹാങ് ചെയ്തു. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഈ ഒരു സ്ട്രിങ്ങിൽ അല്ലെ, ഈ സ്ട്രിങ്ങിൽ എന്ത് ചെയ്യും? യെസ്, ഈ സ്ട്രിങ്ങിൽ ഒരു ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ഇനി ആ ടെൻഷനെ കുറിച്ചിട്ട് മാത്രമാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഓക്കെ, ഇനി ടെൻഷൻ മാത്രമേ നമ്മൾ സംസാരിക്കുള്ളൂ. സോ ഇവിടെ ടെൻഷൻ വരുന്നത് എങ്ങനെയാ? നമുക്കറിയാം, ഈ എം മാസമുള്ള ഒബ്ജക്റ്റ്, ഓക്കെ, ആ എം മാസമുള്ള ഒബ്ജക്റ്റിന് എപ്പോഴും ഒരു ഫോഴ്സ് ഉണ്ടായിരിക്കും. എന്താണ്? ടുവേർഡ്സ് ദി എർത്ത് അല്ലെ? ടുവേർഡ്സ് ദി എർത്ത് എന്തുണ്ട്? യെസ്, എം ജി ആക്ട് ചെയ്യും. ക്ലിയർ അല്ലേ? ടുവേർഡ്സ് ദി എർത്ത് എപ്പോഴും ആർ ആക്ട് ചെയ്യുന്ന പറയുന്നത്? എം ജി ആക്ട് ചെയ്യും. ക്ലിയർ? ഇനി മെക്കാനിക്സിൽ നമുക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട്. ഓക്കെ, മെക്കാനിക്സിൽ നമ്മൾ സ്ട്രിങ്ങിന്റെ വെയിറ്റ്, ഓക്കെ, അല്ലെങ്കിൽ സ്ട്രിങ്ങിന്റെ മാസ്, ഓക്കെ അല്ലേ? സ്ട്രിങ്ങിന്റെ മാസ് എന്തായിട്ട് എടുക്കാം? മാസ്ലെസ്. ഓക്കെ, അത് നമുക്കൊരു അഡ്വാൻറ്റേജാ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ നമ്മളിവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടിൽ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ ഒരു റോപ്പ് നമ്മൾ ഫിക്സ് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ ആ സ്ട്രിങ്ങിന്റെ മാസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇൻ മെക്കാനിക്സ്. ഓക്കെ, അത് ആദ്യം തന്നെ എടുത്തു വെച്ചു, എളുപ്പപ്പണിയാണ്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? മെക്കാനിക്സിൽ സ്ട്രിങ്ങിന്റെ മാസ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? മാസ്ലെസ് ആയിട്ടാണ് എടുക്കുന്നത്. ആൻഡ് ഇനി ആ സ്ട്രിങ്ങിൽ വരുന്ന ടെൻഷൻ, അപ്പം നമ്മൾ ടെൻഷൻ പറയുമ്പോൾ ആദ്യം തന്നെ എന്താ പറയുന്നത്? ആ സ്ട്രിങ്ങിന്റെ താഴെ നമ്മൾ ഒരു മാസ് ഹാങ് ചെയ്തിട്ടുണ്ട് അല്ലെ? അപ്പം ആ മാസിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്ന് നമ്മുടെ എർത്തിന്റെ, ഓക്കെ, എർത്തിന്റെ സെന്ററിലോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? എം ജി, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫോഴ്സ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ തേർഡ് ലോ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആക്ഷൻ റിയാക്ഷൻ അല്ലെ? ആക്ഷൻ റിയാക്ഷൻ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ആക്ഷൻ നടന്നേ, അതായത് എം ജി എന്ന് പറയുന്ന ഒരു ആക്ഷൻ നടന്നേ, റിയാക്ഷൻ വേണ്ടേ? ആ റിയാക്ഷൻ ആണ് ടെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എം ജി ആണ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നെങ്കിൽ മുകളിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരാണുള്ളത്? റിയാക്ഷൻ ഫോഴ്സ് ആയിട്ട് ആരാ ഉള്ളത്? ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ടെൻഷൻ. ക്ലിയർ? യെസ്. അപ്പൊ ഞാനൊരു കാര്യം ഒബ്സർവ് ചെയ്തതാണ്, ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഓൾവേസ്, ഓക്കെ, ഓൾവേസ് നമ്മൾ ഈ ഹാങ് ചെയ്തിരിക്കുന്ന, അതായത് നമ്മുടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോഡിയിൽ നിന്ന് എപ്പോഴും അകലെ പോകാൻ ആഗ്രഹം. ഓക്കെ, ടെൻഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? യെസ്, അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോഡിയിൽ നിന്നും കുറെ അകലെ പോയിരിക്കാനാണ് താല്പര്യം. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ടെൻഷൻ ഇങ്ങനെ ഇട്ടത്. ഒരു ബോഡി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്? യെസ്, നേരതാ അതിൽ നിന്ന് എത്ര അകലാൻ പോകാൻ പറ്റുമോ അങ്ങനെയായിരിക്കും നമ്മുടെ ടെൻഷൻ. ഓക്കെ, അപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഒബ്സർവ് ചെയ്തത്. എന്താ? യെസ്, നമ്മളിവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ടിലല്ലേ ഈ വയറ് നമ്മൾ ഹാങ് ചെയ്തത്. അപ്പം അവിടെ ടെൻഷൻ ആക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെ ആക്ട് ചെയ്യേണ്ടത്? യെസ്, അത് എപ്പോഴും എന്തായിരിക്കണം? ആ സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നും എവേ ആയിരിക്കണം അല്ലേ? അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സംഭവമായിട്ട് അത് എവേ ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മക്കൾ അതാ നോക്കിക്കേ. യെസ്, ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത്, എന്റെ ദൈവമേ, ആ സ്ട്രിങ്ങിൽ നോക്കുമ്പോൾ രണ്ട് ഡയറക്ഷനിലും അല്ലെ, രണ്ട് ഡയറക്ഷനിൽ എന്തുണ്ട്? രണ്ട് ഡയറക്ഷനിലും ഓപ്പോസിറ്റ്, ഓക്കെ, ഈക്വലന്റ് ഓപ്പോസിറ്റ് ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? ഒരു സ്ട്രോങ് സപ്പോർട്ടിൽ നമ്മൾ ആരെ ഹാങ് ചെയ്തു? ഒരു മാസ് ഹാങ് ചെയ്തു. അപ്പൊ മാസ്, ആ എം മാസ് ഉള്ള ആ ബോഡി താഴത്തോട്ട് വെയിറ്റ് ആക്ട് ചെയ്യും, അതായത് എം ജി ആക്ട് ചെയ്യും. അതിലൊരു കൺഫ്യൂഷൻ ഇല്ല. അപ്പോഴാണ് ന്യൂട്ടൺസ് ലോ നമ്മൾ ഓർത്തത്. ന്യൂട്ടൺസ് ലോ ഓർത്തപ്പോൾ മനസ്സിലായി, യെസ്, നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ടായിരിക്കും? ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ ടെൻഷൻ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ വേറൊരു പോയിന്റും കൂടെ പറഞ്ഞു, ഈ ടെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ടെൻഷൻ ഓൾവേസ് അറ്റാച്ച്ഡ് ബോഡിയിൽ നിന്നും എവേ ആവാനാണ് എപ്പോഴും ആഗ്രഹം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയാ വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രോങ് സപ്പോർട്ട് ഉള്ളിടത്തുനിന്നും എവേ ആയിരിക്കണ്ടേ, അതും നമ്മൾ ചെയ്തു. അപ്പൊ നമ്മളൊരു സ്ട്രിങ് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സ്ട്രിങ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ടെൻഷന്റെ വാല്യൂ കിട്ടുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് ടെൻഷന്റെ വാല്യൂ കിട്ടത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നെറ്റ് ടെൻഷൻ അല്ലെങ്കിൽ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്രയായിട്ടാ വരിക? 0 ആയിട്ടാ വരിക. ഓക്കെ, അവിടെ നമുക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താണ്? ഈ സ്ട്രിങ്ങിന്റെ രണ്ട് എൻഡ് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടെൻഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിൽ നിന്നും മാഗ്നിറ്റ്യൂഡ്, അതായത് നമ്മുടെ ഈ സ്ട്രിങ്ങിന്റെ മാഗ്നിറ്റ്യൂഡ്, സ്ട്രിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? യെസ്, ഈ എൻറ്റയർ സിസ്റ്റത്തിൽ നിന്ന്, അതായത് നമ്മുടെ എൻറ്റയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്ട്രോങ് സപ്പോർട്ട്, നമ്മുടെ സ്ട്രിങ്, നമ്മുടെ മാസ് എം ഉള്ള ഒബ്ജക്റ്റ്, ഇതിൽ നിന്നും നമ്മൾ ഇതിനെ ഫ്രീ ആക്കും. നമുക്ക് ആവശ്യമുള്ള സംഭവത്തിന്. അതെന്താ? യെസ്, നമ്മുടെ എം. ഓക്കെ, മുകളിലോട്ട് ടെൻഷൻ, താഴത്തോട്ട് എം ജി. ക്ലിയർ?
സോ ഇതിനെയാണ് നമ്മൾ പറയുന്ന ഫ്രീ ബോഡി ഡയഗ്രാം. പറഞ്ഞു കേൾക്കുമ്പോൾ വലിയ കാര്യമൊക്കെയായിട്ട് തോന്നും അല്ലേ, ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണമല്ലോ എന്നൊക്കെ കേൾക്കുമ്പോൾ ചില കുട്ടികൾ പേടിക്കും. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടാണ്? ഏറ്റവും നമ്മുടെ സിംപ്ലസ്റ്റ് സംഭവമാണ് ഈ ഫ്രീ ബോഡി ഡയഗ്രാം. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സിമ്പിൾ ആക്കി തരുന്ന പോലെയാ അല്ലേ. അതായത് നമുക്ക് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ടെൻഷന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ സ്ട്രിങ്ങിൽ ടോട്ടൽ ടെൻഷൻ എന്ന് പറയുന്നത് എന്തായിട്ട് വരിക? 0 ആയിട്ട്, അല്ലെങ്കിൽ അത് എന്താ പറയുക, നമുക്ക് നെറ്റ് ഫോഴ്സ് നമുക്ക് അവിടെ നിന്ന് കിട്ടത്തില്ല. അതിന് പകരം നമ്മൾ എന്താ ചെയ്തത്? യെസ്, ആ സിസ്റ്റത്തിൽ നിന്നും നമുക്ക് വേണ്ട, നമുക്ക് ആവശ്യമായിട്ടുള്ള ഭാഗത്തിന് നമ്മൾ ഫ്രീ ആക്കി. ആ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പൊ നമ്മുടെ ഈ എം എന്ന് പറയുന്ന വെയിറ്റ്, അല്ലെങ്കിൽ എം എന്ന് പറയുന്ന മാസ് ഉള്ള ഒബ്ജക്റ്റിൽ വെയിറ്റ് താഴത്തോട്ട് mg ആക്ട് ചെയ്യും, മുകളിലോട്ട് ആരും ആക്ട് ചെയ്യും? ടെൻഷൻ ആക്ട് ചെയ്യും. സോ ഫ്രീ ബോഡി ഡയഗ്രാം നമുക്ക് കിട്ടി. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിടാം. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേ, ഒന്ന് നോക്കട്ടെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളതൊക്കെ ഒന്ന് അറിയാലോ. മനസ്സിലായില്ലെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. ഇന്ന ഭാഗം ഈ ഒരു ടൈമിൽ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടല്ലെന്ന് പറയണം കേട്ടോ. ഓക്കെ, യെസ്. ഇനി അടുത്തത് നമുക്കൊരു ചെറിയ ക്വസ്റ്റൻ ആണ്. ചെറിയ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു 2 kg മാസ്, ഓക്കെ, ഒരു 2 kg മാസ്, അതിന് താഴെ ഓക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? യെസ്, ഒരു 4 kg മാസ്, ദെൻ താഴെ ഓക്കെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആവട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഒരു 6 kg മാസും ഞാൻ ഇവിടെ വെച്ചു. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാവോ? നമുക്ക് നോക്കാം. എനിക്ക് അറിയേണ്ട ഒന്നാമത്തെ കാര്യം, അതായത് നമ്മുടെ T1, അതായത് ഇവിടെ ആക്ട് ചെയ്യുന്ന, ഈ സ്ട്രിങ്ങിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ. T2 ഇവിടെ ആക്ട് ചെയ്യുന്നത്, ആൻഡ് T3 ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇത്രയാണ് എനിക്ക് അറിയേണ്ടത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞു തരാമെന്ന് എനിക്കറിയാം. നമ്മളപ്പം ഒരുമിച്ചൊന്ന് ഇത് നോക്കാൻ പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ഈ 6 kg നിന്നും താഴത്തോട്ട് എന്ത് ആക്ട് ചെയ്യും? mg അല്ലേ. അപ്പൊ നമ്മുടെ ഇവിടെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ g എത്ര എടുത്തു? 10 m/s² എന്ന് എടുക്കുവാണ്. 9.8 m/s² ആണ് ജിന്റെ വാല്യൂ എങ്കിൽ പോലും നമ്മൾ ഇവിടെ ഈസി കാൽക്കുലേഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? 10 m/s² നമ്മൾ എടുത്തു. ഓക്കെ, അപ്പൊ താഴത്തോടെ mg ആക്ട് ചെയ്തു. ക്ലിയർ അല്ലേ? mg ആക്ട് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം താഴത്തോട്ട് mg ആണ്. അപ്പം mgയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? യെസ്, ഫസ്റ്റ് ഓക്കെ mgയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? mന്റെ വാല്യൂ 6 ആണ് ഇൻറ്റു 10, ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ ആണ് താഴത്തോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാലോ ടെൻഷൻ എന്ത് ചെയ്യും? നേരെ ഓപ്പോസിറ്റ് അല്ലെ, നേരെ ഓപ്പോസിറ്റ് ഇവിടെ ആക്ട് ചെയ്യും. ഓക്കെ, സോ ആ ടെൻഷന്റെ വാല്യൂ എത്രയാണ് വരിക? ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ അല്ലേ. യെസ്. ഇനി നമുക്കറിയാം ഇതേ സ്ട്രിങ്ങിൽ തന്നെ ആരും ആക്ട് ചെയ്യേണ്ടതാണ്. യെസ്, നമ്മുടെ സെയിം കളർ ആയിപ്പോ അല്ലേ. ഓക്കെ, നമ്മുടെ നേരെ ഓപ്പോസിറ്റ്, മേളിലും അറ്റാച്ച്ഡ് ബോഡിയാ. അപ്പം അവിടെയും ടെൻഷൻ എന്താ ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും എന്തുണ്ടാവും? ടി തന്നെ ഉണ്ടാവും അല്ലെ. ഇവിടെ 60 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയും 60 ന്യൂട്ടൺ ഉണ്ടാവും. എഗെയിൻ ഒരു സാധനം കൂടെ ഉണ്ട്, ഇവിടെ mg കൂടെ ആക്ട് ചെയ്യും അല്ലെ. അതായത് അവിടുത്തെ mg എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 4 × 10 40 ന്യൂട്ടൺ. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇവിടെ 60 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് മുകളിലോട്ട് എത്ര ന്യൂട്ടൺ ആയിരിക്കും? 100 ന്യൂട്ടൺ ആയിരിക്കും അല്ലേ. യെസ്, അതായത് ഇവിടെ 40 + 60 ഇവിടെ എത്ര വരും? 100 ന്യൂട്ടൺ ആക്ട് ചെയ്യും. ക്ലിയർ? യെസ്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് നേരെ ഇപ്പുറത്തോട്ട് ആര് ആക്ട് ചെയ്യും? 100 ന്യൂട്ടൺ തന്നെ ആക്ട് ചെയ്യും. എഗെയിൻ ഒരു സംഭവം കൂടെ ഉണ്ടല്ലോ, ആരാണ്? mg. ദാറ്റ് ഈസ് എഗെയിൻ mg is equal to എന്തായിരുന്നു? 2 × 10 ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ. ക്ലിയർ? ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടത്തോട്ട് ആക്ട് ചെയ്യുന്ന എത്രയായിരിക്കും? 120 ന്യൂട്ടൺ ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. സോ നമുക്ക് എഴുതാം T1 is equal to 120 ന്യൂട്ടൺ, T2 is equal to 100 ന്യൂട്ടൺ ആൻഡ് T3 is equal to 60 ന്യൂട്ടൺ. വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഒന്നുമില്ല, നമുക്ക് ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആ സ്ട്രോങ് സപ്പോർട്ടിൽ ഫസ്റ്റ് നമ്മളൊരു 2 kg വെച്ചു. ഓക്കെ, ദെൻ നമ്മളൊരു 4 kg വെച്ചു. ഓക്കെ, ദെൻ നമ്മൾ ആരെ വെച്ചു? ഒരു 6 kg വെച്ചു. ക്ലിയർ? സോ ഫസ്റ്റ് ഇവിടെ ആക്ട് ചെയ്യും? mg ആക്ട് ചെയ്യും അല്ലെ. mg ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് 60 ന്യൂട്ടൺ. 60 ന്യൂട്ടൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ എത്രയാണ്? T3 നമുക്ക് എന്തെന്ന് എഴുതാം? 60 ന്യൂട്ടൺ എന്ന് എഴുതാം. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സെയിം 60 ന്യൂട്ടൺ ഉണ്ടാവും. ഓൾസോ അതിന്റെ കൂടെ ആരും ഉണ്ടാവും? നമ്മുടെ 4 × 10. 4 × 10 എന്താ വന്നത്? വെയിറ്റ് അല്ലെ. സോ അവിടെ ടോട്ടൽ മുകളിലോട്ട് എത്ര ആക്ട് ചെയ്യും? 100 ന്യൂട്ടൺ. അപ്പൊ നോക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് 100 ന്യൂട്ടൺ പ്ലസ് ഇവിടെ ആരുണ്ട്? 20 ന്യൂട്ടൺ ഉണ്ട്. 2 × 10. ഓക്കെ, സോ ടോട്ടൽ എത്ര ആക്ട് ചെയ്യും? ഇവിടേക്ക് 120 ന്യൂട്ടൺ ആക്ട് ചെയ്യും. ഇനി ഇത്രയ്ക്കൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഞങ്ങൾ പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ മിസ്സേ? സിമ്പിൾ അല്ലേ. T3 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അവിടെ 6 ആണോ ഉള്ളത് അല്ലെ. അപ്പം 6 × 10 ഓക്കെ 60 ന്യൂട്ടൺ. ഇനി T2 കണ്ടുപിടിക്കണമെങ്കിലോ 6 + 4 അല്ലെ. 6 + 4 ദാറ്റ് ഈസ് 10.
ഇൻറ്റു 10 ദാറ്റ് ഇസ് 100 ന്യൂട്ടൺ. ഇനി T3 കണ്ടുപിടിക്കണമെങ്കിലോ ഇവിടെ ടോട്ടൽ എത്രയാ ഉള്ളത് മാസ് 6 kg plus 4 kg plus 2 kg, that means 12. Okay, 12 into 10, that is equal to 120 Newton. Clear അല്ലേ? ഇത്രയും സിമ്പിൾ ആയിട്ട് പറയുന്ന സാധനത്തിലാണ് മിസ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറഞ്ഞതെന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവാത്തവർക്ക് വേണ്ടി സിമ്പിൾ ആയിട്ട് ആ ഒരു സാധനം പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മനസ്സിലായവരെ നേരെ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇതാണ് നമ്മുടെ ടെൻഷന്റെ കേസിൽ. അതായത് ഇത് വിചാരിച്ച് ഒരുപാട് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? യെസ്, നമുക്കറിയാം നേരെ നമ്മുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടിൽ നമ്മളൊരു സ്ട്രിങ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്ട്രിങ്ങിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എം മാസ് ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ എം മാസിലോട്ട് ആക്ട് ചെയ്യുന്ന പറയുന്നത് യെസ് നമ്മുടെ mg അല്ലെങ്കിൽ വെയിറ്റ് ഉണ്ടാവും. അതായത് ടുവേർഡ്സ് ദി എർത്ത് അവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞത് വെയിറ്റ്. ഓക്കെ, അപ്പം ഈ വെയിറ്റ് ഉണ്ട്. അപ്പം ഈ വെയിറ്റിന്റെ എഗെയിൻസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാവും? നമ്മുടെ ടെൻഷൻ ആക്ട് ചെയ്യും. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ ആ കോൺസെപ്റ്റ് എന്തായിരുന്നു? യെസ്, എപ്പോഴും അറ്റാച്ച്ഡ് ബോഡിയിൽ നിന്നും എവേ ആയിരിക്കും ആര്? ടെൻഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുകളിലൊരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. അപ്പൊ നമുക്ക് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അവിടെയുള്ള ആ സ്ട്രിങ്ങിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടെൻഷൻ നമുക്ക് എക്സാക്ട്ലി കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? യെസ്, അതിനെ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഒരു ചെറിയ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്തു എന്ന് പറയാം. അതാണ് നമ്മൾ പറഞ്ഞ ഫ്രീ ബോഡി ഡയഗ്രാം. ഓക്കെ, അതായത് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് കേൾക്കുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആവണ്ട, സിമ്പിൾ ആണ് അല്ലേ? വളരെ സിമ്പിൾ ആണ് ഫ്രീ ബോഡി ഡയഗ്രാം. എന്തായിരുന്നു? യെസ്, mg താഴത്തോട്ട്, ടെൻഷൻ മുകളിലോട്ട്, ഇനിയും മുകളിലേക്ക് നമ്മൾ ആ സ്ട്രോങ് സപ്പോർട്ടും കൂടെ കൺസിഡർ ചെയ്ത് നമുക്ക് ടെൻഷൻ കിട്ടത്തില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്തു. ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കോട്ടോ. ഓക്കെ, അപ്പം G is equal to 10 meter/s² ഇട്ടിട്ട് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു കാൽക്കുലേഷനും കൂടെ ചെയ്തു. ഇനി നമ്മൾ പറഞ്ഞിരുന്നു മെക്കാനിക്സിലാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ്ങിന്റെ മാസ് നമ്മൾ എന്തെടുക്കുക? മാസ്ലെസ്. ഓക്കെ, അത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ക്ലിയർ? യെസ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത സംഭവത്തിലോട്ട് പോകാം. അടുത്ത ആരാണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഫോഴ്സ്. ഒന്നുമില്ല, നമ്മളിതാ നമ്മുടെ ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റ് വെച്ചു. അപ്പൊ ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് എം ആണെന്ന് വിചാരിക്കും. ഓക്കെ, എം ആണ് അതിന്റെ മാസ് എങ്കിൽ, എം ആണ് അതിന്റെ മാസ് എങ്കിൽ നേരെ താഴത്തോട്ട് ആരാ ഇത് mg ആ. ഓക്കെ, ആരാ അത്? ഓക്കെ, ദാറ്റ് ഇസ് mg. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട്, ഓക്കെ, ഇവിടെ എന്താ പ്രത്യേകത? സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. അതിന് നിങ്ങൾക്ക് n എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ n എന്ന് വിളിക്കാം, r എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ r എന്ന് വിളിക്കാം. അത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, നോർമൽ ആണെങ്കിൽ നോർമൽ n എന്ന് പറഞ്ഞിട്ടും, r ആണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ ഫോഴ്സിന് r എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ r എന്ന് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഓക്കെ അല്ലേ? എന്ന് പറഞ്ഞാൽ ആർ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ് തന്നെയാണ്. അതിന് എന്താ അറിയേണ്ടത്? എന്താണ്? സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി ലെറ്റ്സ് സേ ഇൻക്ലൈൻഡ് പ്ലെയിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, സോ ഒരു തീറ്റ ആംഗിൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ നമ്മുടെ ഒബ്ജക്റ്റ് ഇവിടെ വെച്ചു, അതിന്റെ മാസ് എം ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ വെയിറ്റ്. ഓക്കെ, വെയിറ്റ് എങ്ങനെയാണ്? യെസ്, ടുവേർഡ്സ് ദി എർത്ത്. ഓക്കെ, ടുവേർഡ്സ് ദി എർത്ത് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമൽ റിയാക്ഷൻ നമ്മൾ വരയ്ക്കുമ്പോൾ ഇതിന് നേരെ മുകളിലോട്ടാണോ വരയ്ക്കേണ്ടതല്ല, നമ്മുടെ സർഫസ് ഇതാ അല്ലേ? അപ്പം ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വേണം നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് വരയ്ക്കാനായിട്ട്. ക്ലിയർ അല്ലേ? അപ്പം ഈ സംഭവം ഈ പറയുന്ന പോലെ നമ്മുടെ ഒരു സമതല പ്രതലമാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പ്ലെയിൻ സർഫസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം mgയും അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ ഫോഴ്സും എക്സാക്ട്ലി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? പെർപെൻഡിക്കുലർ ടു സർഫസ് രണ്ടും അല്ലെ? ഇതാണ് സർഫസ് എങ്കിൽ പെർപെൻഡിക്കുലർ ടു സർഫസ് ആണ് നോർമൽ റിയാക്ഷൻ ഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ mgയും. ഇൻക്ലൈൻഡ് പ്ലെയിനിലോട്ട് വരുമ്പം സർഫസ് മാറി അല്ലെ? സർഫസ് ഇച്ചിരി ചുരിഞ്ഞു. അപ്പം ഇതെങ്ങനെയാണ്? പെർപെൻഡിക്കുലർ ടു സർഫസ് തന്നെയാണ്. പക്ഷെ നമ്മുടെ mg എങ്ങനെ ആക്ട് ചെയ്യുക? ടുവേർഡ്സ് ദി എർത്ത്, താഴത്തോട്ടായിരിക്കും. ഓക്കെ, താഴത്തോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. സിമ്പിൾ കോൺസെപ്റ്റ്, വളരെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ചു. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാ? ഇതിനെ കമ്പോണൻസ് ആക്കാൻ പോവാ. ഓക്കെ അല്ലേ? കമ്പോണൻസ് ആക്കാൻ പോവാണ്. ഞാനൊരു വേറൊരു കളറും കൂടെ ഒന്ന് ചുമ്മാ എടുത്തേക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഈ ആംഗിൾ തീറ്റയാണെന്ന് നമുക്കറിയാം. ഓക്കെ അല്ലേ? ഈ ആംഗിൾ തീറ്റയാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനെ ഞാൻ ഇങ്ങനെ നീട്ടി വരച്ചു. ഓക്കെ, അതായത് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങോട്ടല്ലേ, ഞാൻ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അതേ ലൈനിൽ കൂടെ ഇങ്ങനെ വരച്ചു. അപ്പൊ എനിക്കറിയാലോ ഈ സർഫസും, ഓക്കെ, നമ്മുടെ ഈ സർഫസും ഈ ആംഗിളും എന്തായിരിക്കും? അതായത് നമ്മുടെ ഇപ്പം നമ്മൾ നീട്ടി വരച്ച ആ ലൈനും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? അത് രണ്ടും പെർപെൻഡിക്കുലർ അല്ലേ? 90 ഡിഗ്രി. അതിൽ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് 90 ഡിഗ്രി കിട്ടി. ഓക്കെ അല്ലേ? യെസ്, 90 ഡിഗ്രി കിട്ടി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. അതായത് ഇപ്പൊ ലെറ്റ്സ് സേ ABC. ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തു. അതിൽ എനിക്കറിയാം ഇതാണ് തീറ്റ.
ഓക്കെ അല്ലേ? ഈ ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ പറഞ്ഞു എന്താണ്, ഇത് 90 ഡിഗ്രി അല്ലെ, ഇത് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും മക്കളെ? ഈ ആംഗിൾ ആണ് 90 മൈനസ് തീറ്റ. ക്ലിയർ അല്ലേ? 90 മൈനസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത് ഇത് മൊത്തം 90 ആണ് അല്ലേ? ഇത് മൊത്തം 90 ആണ്. ഓക്കെ, മൊത്തം 90 ആണ്. ഇത് നമുക്ക് 90 മൈനസ് തീറ്റ എന്ന് പറയാം. ഓക്കെ അല്ലേ? ഇത് മൊത്തം 90 ആണ്. ഇത് 90 മൈനസ് തീറ്റ നമുക്ക് കിട്ടി. ഏത് ആംഗിളാണ്? ഞാൻ ചുമ്മാ ഒന്നുകൂടെ മാറ്റി വരയ്ക്കുവാണ്. അതായത് ഇതാണ് നമ്മുടെ സി. ഓക്കെ, ഇത് നമ്മുടെ MG, താഴത്തോട്ട് ആക്ട് ചെയ്ത നമ്മുടെ MG. ഓക്കെ അല്ലേ? ഇതിലെനിക്ക് ഈ ആംഗിൾ എത്ര കിട്ടി? 90 മൈനസ് തീറ്റ എന്ന് എനിക്ക് ഈ ആംഗിൾ കിട്ടിയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ആൻഡ് യെസ്, നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ സർഫസ് വരുവാണ്. ഇതാണ് നമ്മുടെ അടുത്ത 90 ഡിഗ്രി. ഓക്കെ അല്ലേ? ഇത് 90 ഡിഗ്രി. ഇവിടെ നമ്മൾ പറഞ്ഞു തീറ്റ ഡിഗ്രി വരുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ തീറ്റ ഡിഗ്രി 90 മൈനസ് തീറ്റ ആൻഡ് ഇവിടെ 90 കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാം ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ ആംഗിൾ എത്രയായിരിക്കും? ദാറ്റ് ഇസ് തീറ്റ ഡിഗ്രി. ഓക്കെ അല്ലേ? ടോട്ടൽ ഇത് വരുന്നത് അല്ലെ, നമ്മുടെ ഈ ടോട്ടൽ ഈ ആംഗിൾ വരുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ് വരുന്നത്? 90 ഡിഗ്രിയാണ് വരുന്നത്. ഓക്കെ, ടോട്ടൽ 90 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാം? യെസ്, തീറ്റ ഡിഗ്രി ആണെന്ന് പറയാം. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ? ഇത് 90 ഡിഗ്രി, ഇത് എത്രയാണ്? 90 മൈനസ് തീറ്റ ആൻഡ് ദിസ് വിൽ ബി തീറ്റ ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയണമെങ്കിൽ ഒന്നുകൂടെ പറയാം. ഒന്നുമില്ല. ഓക്കെ, അതായത് നമ്മുടെ എന്തായിരുന്നു? ഇതാണ് നമ്മുടെ ഇൻക്ലൈൻ സർഫസ്. ഓക്കെ, യെസ്. അപ്പം ഇൻക്ലൈൻ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെ, പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ നേരത്തെ വരച്ചതിനെ നമ്മൾ എക്സ്റ്റൻഷൻ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഇത് നമുക്ക് 90 ഡിഗ്രി ആണെന്ന് അറിയാം. ആൻഡ് ഓൾസോ നമ്മുടെ MG താഴത്തോട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? കൃത്യം നേരെയാണ് കേട്ടോ MG. ഓക്കെ, യെസ്. അപ്പം നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട്. ഇത് 90 ഡിഗ്രി ആയി. ഇത് നമുക്കറിയാം ഇത് ടോട്ടൽ 90 ഡിഗ്രി ആണ്. ഇത് നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിച്ചു അല്ലെ, 90 മൈനസ് തീറ്റ. ഈ ആംഗിൾ തീറ്റയാണ്, ഇത് 90 ഡിഗ്രി ആണ്. അപ്പം ഇത് എന്താന്ന് പറഞ്ഞു? 90 മൈനസ് തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 പ്ലസ് 90 മൈനസ് തീറ്റ. ഇത് എത്രയായിട്ട് വരും? തീറ്റ ആയിട്ട് വരും. ഓക്കെ, ഇനിയും കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഒരു ട്രയാംഗിൾ മാത്രം കൺസിഡർ ചെയ്യുക. അപ്പം അവിടെ പറഞ്ഞു 90 ഡിഗ്രി വരും, അതുപോലെ 90 മൈനസ് തീറ്റ വരും, ആൻഡ് പ്ലസ് ഏതോ ഒരു ആംഗിളും കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 180 ഡിഗ്രി വരുന്നത് അല്ലേ? അപ്പം ഈ ആംഗിൾ എത്രയായിട്ടാണ് വരിക? യെസ്, ഇത് രണ്ടും പോയിട്ടുണ്ടെങ്കിൽ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഈ ആംഗിൾ തീറ്റ എന്ന് വരും. ഓക്കെ, യെസ്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ട്രയാംഗിളിനെയാണ് കേട്ടോ 180 ഡിഗ്രി എന്ന് എടുത്തത്. ട്രയാംഗിളിന്റെ മൊത്തം ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇത് കിട്ടി, തീറ്റ ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഈ ആംഗിൾ തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അഡ്ജസന്റ് സൈഡ്, അതായത് നമ്മുടെ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡിന് നമ്മൾ എന്ത് പറയും? ദാറ്റ് ഈസ് MG കോസ് തീറ്റ. ക്ലിയർ? ഇനി ഈ ആംഗിളിന്റെ അടുത്ത് നമ്മുടെ ഈ കമ്പോണന്റ് അല്ലെ, അതായത് നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ്, അതെന്താണ്? ദാറ്റ് ഈസ് MG സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? കമ്പോണൻസ് ആക്കിയതാണ്. ഒന്നുമില്ല, നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ, അവിടെ നമ്മുടെ മാസ് M ഉണ്ട്, ദെൻ നമ്മുടെ നോർമലിന്റെ നോർമൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ വരച്ചാണ്. ദെൻ നമുക്കറിയാം നമ്മുടെ MG ഉണ്ട്. ഓക്കെ, MGയും ഈ ലൈനും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? യെസ്, ഇതാണ് നമ്മുടെ MG കോസ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ടുള്ള ലൈനാണ് MG സൈൻ തീറ്റ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? MG കോസ് തീറ്റ ആൻഡ് MG സൈൻ തീറ്റ. ക്ലിയർ? ജസ്റ്റ് കമ്പോണൻസ് ആക്കിയത് മാത്രം. ഓക്കെ, നമ്മുടെ നോർമൽ ഫോഴ്സ് ഇവിടെയുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? N എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, നോർമൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു MG കോസ് തീറ്റ അല്ലെ? MGയുടെ ഒരു കമ്പോണന്റിന് ഈക്വൽ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. ഏത് കേസിൽ? ഇൻക്ലൈൻഡിന്റെ കേസിൽ. അല്ല, സമതലമാണ്, പ്ലെയിൻ സർഫസ് ആണെങ്കിലും നമ്മൾ പറഞ്ഞു രണ്ടും ഈക്വൽ ആണ് അല്ലെ? രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് പറയാം ഇവിടെ N is equal to MG കോസ് തീറ്റ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? യെസ്. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരുവാണ്, ഫ്രിക്ഷൻ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സോണാണ് കേട്ടോ നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ യെസ്, അപ്പൊ നമ്മുടെ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നമ്മുടെ ഈ സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഫ്രിക്ഷൻ എന്നുള്ള ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളതാ ഈ ഒരു ഡയറക്ഷനിൽ നമ്മുടെ ഫോഴ്സ് അപ്ലൈ ചെയ്തു.
അപ്പൊ എന്ത് വരും, നമ്മുടെ ആ സർഫസ്, അതായത് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന സർഫസ് എന്ത് ചെയ്യും, തിരിച്ച് ഈ ഇതിലോട്ട് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. അതായത് എഗെയിൻസ്റ്റ് നമ്മൾ കൊടുത്ത അപ്ലൈഡ് ഫോഴ്സ്. ഓക്കെ, എഗെയിൻസ്റ്റ് ഫോഴ്സ്. ഓക്കെ, എഗെയിൻസ്റ്റ് എന്ത് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പറയാം എഗെയിൻസ്റ്റ് മോഷൻ. ഓക്കെ, നമ്മുടെ മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടോ ആക്ട് ചെയ്യുന്നത് ആരെന്ന് പറയുന്നത് നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ആൻഡ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡോർ ആണ് ഇവിടെ എടുക്കുന്നത്. അപ്പൊ അതാ അപ്ലൈഡ് ഫോഴ്സ് വരുന്നത് ഇങ്ങനെയാണ്. യെസ്, ഇങ്ങനെയാണ് അപ്ലൈഡ് ഫോഴ്സ് വരുന്നത്. ഓക്കെ, യെസ്, അപ്ലൈഡ് ഫോഴ്സ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പം ഫ്രിക്ഷൻ എങ്ങനെയായിരിക്കും, ജസ്റ്റ് ഓപ്പോസിറ്റ്. മോഷൻ എങ്ങനെയാ വരേണ്ടത്, നേരെ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ആരും വരേണ്ടത്, നമ്മുടെ മോഷനും വരേണ്ടത്. നമ്മുടെ ഫ്രിക്ഷനും നേരെ ഓപ്പോസിറ്റും. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നോർമൽ എങ്ങനെയാണ്, നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ്, യെസ്, നേരെ മുകളിലോട്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഫ്രിക്ഷനും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സും എന്താണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ് അല്ലേ? അതായത് നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഇങ്ങനെയാ, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇങ്ങനെയാണ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ്, പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആണ്. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് ഈക്വലന്റ് ആണ് അല്ലെങ്കിൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്, നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്, ഓൾസോ പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ അല്ലേ? അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ്, യെസ്, നോർമലിന് പ്രൊപ്പോർഷണൽ ആണ്, നോർമലിന് പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കളയാന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. സോ നമ്മൾ ആരെ ആഡ് ചെയ്തു, മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ നമ്മൾ ഈ മ്യൂവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അത് ഒരു കാര്യത്തിൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്താണ്, നമ്മൾ ഈ ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ള സർഫസിന്റെ നേച്ചർ. ഓക്കെ, നേച്ചർ ഓഫ് ദി സർഫസ്. ഓക്കെ, നേച്ചർ ഓഫ് ദി സർഫസ്. എന്ത് സർഫസ് ആണ്, നമ്മൾ ഒബ്ജക്റ്റ് വെച്ച സർഫസ്. ആൻഡ് ഇതിന്റെ വാല്യൂ 0 to 1 വാരി ചെയ്യും. ക്ലിയർ അല്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് അഗെയിൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ടോ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ആ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിന് പെർപെൻഡിക്കുലർ ആണ്, നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഓൾസോ നമുക്ക് പറയാം ഇത് എന്താണ്, പെർപെൻഡിക്കുലർ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്, പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. നമ്മൾ ഇക്വാലിറ്റിയിലോട്ട് കൊണ്ടുവരുവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് വേണം. ആ കോൺസ്റ്റന്റ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഒരൊറ്റ കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് എന്ത് കാര്യമായിരുന്നു, നേച്ചർ ഓഫ് ദി സർഫസ് ആണ്. ഓക്കെ, നേച്ചർ ഓഫ് ദി സർഫസ്. ആൻഡ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 to 1 വാരി ചെയ്യും. ക്ലിയർ അല്ലേ? യെസ്. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു റഫ് സർഫസിലാണെങ്കിൽ, ഓക്കെ, റഫ് സർഫസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്ലൈഡ് പറയുമ്പോൾ പറയാം. ഓക്കെ, യെസ്, സ്ട്രോങ് ആറ്റോമിക് ആൻഡ് ന്യൂക്ലിയർ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷന് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സ്ട്രോങ് ആറ്റോമിക് ആൻഡ് മോളിക്കുലർ ഫോഴ്സ്, ഇന്റർലോക്കിംഗ് ബിറ്റ്വീൻ ഇറഗുലാരിറ്റീസ് ഇൻ ദ കോൺടാക്ട് ഏരിയ. ഓക്കെ, അതായത് നമ്മുടെ സർഫസ് ഇതാണ്, നമ്മുടെ ഒബ്ജക്റ്റ് ഇതാണ് നമ്മുടെ സർഫസ് എന്ന് വിചാരിക്കും. അപ്പൊ ഇവിടെ എന്താണ്, ആകെ റഫ് സർഫസാ, അങ്ങ് കുഴിഞ്ഞൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഒരു ഇന്റർലോക്കിംഗ് ഉണ്ടാവുന്നുണ്ട്. ഇന്റർലോക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പറയാം കൊളുത്തി പിടിക്കാം അല്ലെ. അപ്പം ഇവിടെ ഈ രണ്ടും തമ്മിലൊരു കോൺടാക്ട് വരുമ്പോൾ ഇവിടെ ഒരു ഇന്റർലോക്ക് വരും. ഓക്കെ, സോ ഇവിടെ ഈ റഫ് സർഫസ് ആണ്, ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഇറ്റ് ലീഡ്സ് ടു ഇന്റർലോക്കിംഗ്. ഓക്കെ, ഇവിടെ സർഫസിൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ്സ് ടു ഇന്റർലോക്കിംഗ്. ഓക്കെ, ഇന്റർലോക്കിംഗ് ഉണ്ടെങ്കിൽ എന്താണ്, ഫ്രിക്ഷനിലോട്ട് അത് നയിക്കും, അല്ലെങ്കിൽ ഫ്രിക്ഷൻ വാല്യൂ കൂടും. ക്ലിയർ അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ ഫ്രിക്ഷനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യമാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആ പേരിൽ തന്നെ ഉണ്ട്, സ്റ്റാറ്റിക്, നിശ്ചലമാണ് അല്ലേ. ഇനി നമ്മളൊരു കാര്യം പറഞ്ഞത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, എന്തോ ഒരു പരിധി നിശ്ചയിക്കുന്നതാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി വേറൊരെണ്ണം എന്താണ്, കൈനറ്റിക് ഫ്രിക്ഷൻ, അതായത് മോഷൻ ആണ്. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനമായി അല്ലെ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, മോഷനിലല്ല, റെസ്റ്റിലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്. Static friction is the force that resists the motion of an object when it is not already in motion. അതായത് അത് മോഷനിലായിട്ടില്ല, പക്ഷെ ഇപ്പം ആവും. ഓക്കെ, നമ്മൾ മറ്റേ സിനിമയിൽ പറയത്തില്ലേ, ഇപ്പൊ തേങ്ങ പൊട്ടിക്കെന്ന് പറയുന്നില്ലേ, അതുപോലത്തെ ഒരു അവസ്ഥ. ഓക്കെ, അതായത് അത് മോഷനിലായിട്ടില്ല, അത് ഇപ്പോ അടുത്തലോട്ട് ഇങ്ങനെ സ്ലിപ്പ് ചെയ്ത് പോകാന്ന് പറയത്തില്ല, അടുത്ത സെക്കൻഡിൽ അല്ലെങ്കിൽ അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അത് എന്ത് ചെയ്യും, മോഷന് വിധേയമാകും. ഓക്കെ അല്ലേ? അപ്പം ആ പെർട്ടിക്കുലർ ടൈമിൽ കൊടുക്കുന്ന ഫ്രിക്ഷൻ ആണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നമ്മൾ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേം ആണ് ഇംപെൻഡിങ് മോഷൻ. ഓക്കെ, ഇംപെൻഡിങ് മോഷൻ, അതാണ് ഞാനിപ്പോ പറഞ്ഞ മോഷൻ. അതായത് ഇപ്പൊ പൊട്ടും. ഓക്കെ, അതായത് ഇപ്പൊ അത് മോഷനിലോട്ട് വരും. ആ മോഷനാണ് ഇംപെൻഡിങ് മോഷൻ. When an object is just about to slip from any surface, okay, then that state of object is called എന്താണ്, ഇംപെൻഡിങ് മോഷൻ. ഓക്കെ, അപ്പൊ ആ ഒരു ടേം നമ്മൾ പഠിക്കാം, ഇംപെൻഡിങ് മോഷൻ. എന്തായിരുന്നു, ഇംപെൻഡിങ് മോഷൻ. ഓക്കെ, ജസ്റ്റ് സ്ലിപ്പ്
ഇപ്പം പോവും. ഓക്കെ, അപ്പോൾ അതാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തിന് പ്രപ്പോർഷണൽ ആണ്? നമ്മുടെ നോർമൽ ഫോഴ്സിന് പ്രപ്പോർഷണൽ ആണ്. ഇനി അടുത്ത കാര്യമാണ് നമ്മൾ പറയുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്തായിരുന്നു മക്കളെ? ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ കൊടുക്കാവുന്ന ഏറ്റവും പോസിബിൾ, ഏറ്റവും മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ പറഞ്ഞു ജസ്റ്റ് ഇപ്പം പോവും. ഓക്കെ, അതിലോട്ട് കൊടുക്കാവുന്ന മാക്സിമം ഫ്രിക്ഷന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. പരമാവധി കൊടുക്കാവുന്നതിന്റെ പരമാവധി വാല്യൂ. So limiting friction is the highest value of static friction which comes into play when an object is just about to slide over the surface of a different object. Okay, ഒന്നുമില്ല, ദാ നമ്മുടെ ഒബ്ജക്റ്റ് ഇങ്ങനെ ഇരിക്കുവാണ്. സോ ഇത് ഇപ്പം പോവും. ഓക്കെ, ആ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ കൊടുക്കാവുന്ന പരമാവധി ഫ്രിക്ഷന്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് സേ നമ്മുടെ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ വാല്യൂ 50 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 50 ന്യൂട്ടൺ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു 10 ന്യൂട്ടൺ ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരുന്നു? 10 ന്യൂട്ടൺ. അപ്പം അത് മൂവ് ചെയ്യോ? ഇല്ല. 20 ന്യൂട്ടൺ ഞാൻ കൊടുത്തു നോക്കി, മൂവ് ചെയ്യോ? ഇല്ല. ഞാനെങ്കിൽ 40 ന്യൂട്ടൺ കൊടുത്തു, മൂവ് ചെയ്യോ? ഇല്ല. എനിക്ക് എന്തെങ്കിലും അവിടെ 49 ന്യൂട്ടൺ കൊടുക്കാം, മൂവ് ചെയ്യോ? ഇല്ല. 50 ന്യൂട്ടൺ കൊടുത്തു, മൂവ് ചെയ്യോ? ഇല്ല. അപ്പോഴും ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈക്വൽ ആയിട്ടേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം ഞാൻ 51 കൊടുത്താൽ, ഓക്കെ, അതായത് ലിമിറ്റിംഗ് ഫ്രിക്ഷനെക്കാട്ടിലും കൂടുതൽ വാല്യൂ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെന്താവും? മോഷന് വിധേയമാകും. ക്ലിയർ അല്ലേ? യെസ്. അപ്പം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായിരുന്നു? ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മോഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ വരുന്ന ഒരു ഫോഴ്സ്, സർഫസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലെങ്കിൽ ടൈം ഒന്ന് മെൻഷൻ ചെയ്തിട്ടൊന്ന് പറയണേ, അല്ലെങ്കിൽ ആ ടോപ്പിക് മാത്രം ഒന്ന് മെൻഷൻ ചെയ്യണം. നമുക്ക് സെപ്പറേറ്റ് വീഡിയോയോ ഷോർട്സോ എന്തെങ്കിലും നമുക്ക് മേക്ക് ചെയ്യാം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോഷൻ അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈ വോൾട്ടേജിന് അഗെയിൻസ്റ്റ് ആയിട്ട് സർഫസ് കൊടുക്കുന്ന ഫോഴ്സ് ആണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ പറഞ്ഞത് നമ്മള്? ഇത് എന്തിന് പെർപെൻഡിക്കുലർ ആണ്? നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആണ്. ആൻഡ് ഓൾസോ ഈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആണ്? എന്തിന് പെർപെൻഡിക്കുലർ ടു നോർമൽ റിയാക്ഷൻ ആൻഡ് ഓൾസോ പ്രപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. പിന്നെ നമ്മൾ ആ ഈക്വാലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ പറഞ്ഞത്. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? യെസ്, മ്യൂ എന്ന് വിളിച്ചു. ആ മ്യൂവിന് നമ്മൾ പറഞ്ഞു എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? യെസ്, നമ്മുടെ സർഫസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് അതിന്റെ വാല്യൂ 0 to 1 വാരി ചെയ്യും. ആൻഡ് ദെൻ നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷനിലോട്ട് വന്നു. സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ നമ്മൾ പറഞ്ഞു ഇംപെൻഡിങ് മോഷൻ. അതെന്താണ്? ജസ്റ്റ് ഇപ്പം പോവും. ഓക്കെ, ആ ഒരു മോഷനാണ് നമ്മൾ ഇംപെൻഡിങ് മോഷൻ എന്ന് പറയുന്നത്. ദെൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ പരമാവധി കൊടുക്കാവുന്ന ഒരു ഫ്രിക്ഷന്റെ വാല്യൂ ആണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇനി അടുത്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? യെസ്, മൂവ് ചെയ്യുമ്പോൾ, ഓക്കെ, ഡ്യൂറിങ് മോഷൻ. ഓക്കെ അല്ലേ? അതാണ് കൈനറ്റിക്. പേരെന്ന് നമുക്ക് മനസ്സിലായല്ലോ, കൈനറ്റിക് ഫ്രിക്ഷൻ. It resists the motion when two surfaces are in contact and sliding against each other. It is also known as sliding friction or dynamic friction. Okay, ഇവിടെ നമ്മുടെ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച ഫോഴ്സുകളുടെ താഴത്തോട്ട് ആരാണ്? വെയിറ്റ്. മുകളിലോട്ട് ആരാണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇതാണ് നമ്മുടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എങ്കിൽ ഫ്രിക്ഷൻ ദാ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, മോഷൻ ദാ ഇങ്ങോട്ടാണ്. അപ്പം ഒരു ബോഡി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? യെസ്, ദാ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, അതായത് മോഷന്റെ ഡയറക്ഷനിലുള്ള ഫോഴ്സ്. ദെൻ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്. ആൻഡ് ഓൾസോ ഒരു നോർമൽ ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. ആൻഡ് ഓൾസോ താഴത്തോട്ട്. ഓക്കെ, താഴത്തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ടുവേർഡ്സ് എർത്ത് ആരുണ്ട്? mg ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റും ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പം അതുപോലെ നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യെസ്, മ്യൂ കെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, യെസ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്രിക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. കുറേ പ്രോബ്ലംസ് ചെയ്യാനുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് ലേറ്റർ ഓൺ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് ഫ്രിക്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്. ദ ഫ്രിക്ഷൻ ഓഫ് ദ മൂവിംഗ് ഒബ്ജക്ട് ഇസ് പ്രൊപ്പോർഷണൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു നോർമൽ ഫോഴ്സ്. നമ്മൾ പറഞ്ഞു എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? പെർപെൻഡിക്കുലർ ടു നോർമൽ ആണ്. ഫ്രിക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ആണ്. ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഒബ്ജക്ട് ഇസ് ഡിപ്പെൻഡന്റ് ഓൺ ദി നേച്ചർ ഓഫ് സർഫസ്. ഓക്കെ, നമ്മൾ പറഞ്ഞു മ്യൂ അല്ലേ? മ്യൂ എന്ന് പറഞ്ഞാൽ എന്തിനു മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ആ സർഫസിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഈ ഫ്രിക്ഷൻ. ഒരു ഒബ്ജക്റ്റിനുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് സർഫസ് ഓഫ് ദി ഒബ്ജക്ട് കോൺടാക്ട് വിത്ത്. ഓക്കെ, ഇനി അടുത്തത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഏരിയ. അതായത് ഇപ്പൊ എന്താ സെയിം ഒരു സർഫസ്. ഓക്കെ, ഇവിടെ ഒരു 2 kg മാസ് ഉണ്ട്. ഓക്കെ, ആൻഡ് എന്താ വലിയൊരു ഒബ്ജക്റ്റ് ഉണ്ട് 10 kg. ഓക്കെ, ഇതിൽ ചോദിക്കുന്നത് ഈ 2 kg, അതായത് M1 എന്നും നമുക്ക് M2 എന്നും വിളിക്കാം. M1-നാണോ M2-നാണോ കൂടുതൽ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്? രണ്ട് ഒബ്ജക്റ്റും സെയിം മെറ്റീരിയൽ കൊണ്ടാണ്. രണ്ടും ഇരിക്കുന്നത് ഒരേ സർഫസിലാണ്.
ഇനി ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏതിനായിരിക്കും കൂടുതൽ ഫ്രിക്ഷൻ? ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു ഏതിനായിരിക്കും കൂടുതൽ ഫ്രിക്ഷൻ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എന്തിനാണ്, രണ്ടിനും സെയിം ആണ്. കാരണം അത് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ഏരിയനെ ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പം എത്ര തന്നെ ആയിക്കോട്ടെ, ഇനി ഒരു 50 കിലോ ഉള്ളത് കൊടുത്താലും ഫ്രിക്ഷനിൽ മാറ്റം ഉണ്ടാവോ? ഇല്ല. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഈ 2 kg അല്ലെങ്കിൽ നമ്മുടെ M1നെ ഞാൻ ഭയങ്കര സ്പീഡിലാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ഫ്രിക്ഷൻ എന്തെങ്കിലും മാറ്റം വരുമോ? ഇല്ല. ഇനി 10 kg ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് കൊണ്ടുപോയത്, ഫ്രിക്ഷനിൽ മാറ്റം വരുമോ? ഇല്ല. അതായത് സ്പീഡിനെയോ ഏരിയയോ ഒന്നും തന്നെ ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. കൈനറ്റിക് ഫ്രിക്ഷൻ ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് വെലോസിറ്റി. ദ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. അതായത് നമ്മുടെ μs എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ μk എന്ന് പറയുന്നതും അതിന്റെ റിലേഷൻ ആണ് പറയുന്നത് μs ഇസ് ഗ്രേറ്റർ ദാൻ μk. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്തതിലോട്ട് പോവാം, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ്, ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഇതാ നമ്മുടെ ഒബ്ജക്റ്റിന് നമ്മുടെ സർഫസ് ഇവിടെ ഉണ്ട്. ഓക്കെ, സർഫസ് ആണ് ഇത് കാണിക്കുന്നത്. ആൻഡ് നമ്മുടെ മാക്സിമം ഫ്രിക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്, എഫ് മാക്സ് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരും ഉണ്ടെന്ന് പറഞ്ഞത് നമ്മൾ നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട് അല്ലെ, എൻ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ ആർ എന്ന് പറയുന്നത് എന്താണ്, റിസൾട്ടന്റ് ആണ്. ഓക്കെ അല്ലെ, ആർ എന്ന് പറയുന്നത് റിസൾട്ടന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയുന്നത്, എൻ ആൻഡ് ആർ. ഓക്കെ, നോർമൽ റിയാക്ഷൻ ഫോഴ്സും റിസൾട്ടന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഇനി ഞാൻ ഒന്നും കൂടെ ചെയ്യുവാണ്, നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ്. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ എഫ് മാക്സിന് ഞാൻ എന്താ ഇങ്ങോട്ടേക്ക് വരച്ചേ. ഓക്കെ, ഒന്നുമില്ല, നേരത്തെ ഇത് എവിടെയായിരുന്നു, ഇതാ ഇങ്ങനെയായിരുന്നിരുന്നത് അല്ലേ, അതിന് ഞാൻ കുറച്ചൊന്ന് ഫ്രണ്ടിലോട്ട് വെച്ചു. ഓക്കെ, ഇനി എന്താ നമ്മുടെ റിസൾട്ടന്റ് ഇതാ ഇങ്ങനെയും വരും. ഓക്കെ അല്ലേ? യെസ്, സിമ്പിൾ ആണ്. ഒന്നുകൂടെ പറയാം, എഫ് മാക്സ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നോർമൽ ഇവിടെയായിരുന്നു അല്ലെ, നോർമൽ ഇവിടെയായിരുന്നു, ആ നോർമലിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമ്മുടെ റിസൾട്ടന്റ്. ഓക്കെ അല്ലേ, റിസൾട്ടന്റ് ദാറ്റ് ഈസ് തീറ്റ. ഓക്കെ, അപ്പം ഈ തീറ്റ എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പറയാം ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു മ്യൂ, അല്ലെങ്കിൽ നമുക്ക് പറയാം തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് മ്യൂ എന്ന് പറയാം. ഓക്കെ, ഇതാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്ത കേസ് നമ്മൾ പറയുന്നത് ആംഗിൾ ഓഫ് റിപ്പോസ്. ഇത് രണ്ടും മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെയും സെയിം തന്നെയാണ്. പറഞ്ഞു വരുമ്പോൾ ഇവരെന്താണ് ചേട്ടനിയന്മാരെന്ന് വേണമെങ്കിൽ പറയും, മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെയും എന്താണ്, സെയിം ആണ്. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. അതായത് ആംഗിൾ ഓഫ് റിപ്പോസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ വിച്ച് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ makes with the horizontal when a body is placed in a verge of sliding down. ഓക്കെ, നമ്മൾ പറഞ്ഞിരുന്നു എന്തായിരുന്നു, ദാ നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നു. ഓക്കെ, ആ ഒബ്ജക്റ്റിന് നേരെ താഴത്തോട്ട് ആരാക്ട് ചെയ്യുക, വെയിറ്റ് നേരെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആരാക്ട് ചെയ്യും, എൻ. ദെൻ നമുക്കറിയാം ഇത് തീറ്റയാണ്, ഇതും തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എം ജി കോസ് തീറ്റയും പാരലൽ ആയിട്ടുള്ള നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ടുള്ള കമ്പോണന്റ് എം ജി സൈൻ തീറ്റയും കിട്ടുന്നു. ഫ്രിക്ഷണൽ ഫോഴ്സ് നേരെ ഓപ്പോസിറ്റ് സ്ലൈഡ് ചെയ്യുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആരുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, ദാറ്റ് ഇസ് മ്യൂ എൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എം ജി താഴത്തോട്ട് എം ജി സൈൻ തീറ്റ എം ജി കോസ് തീറ്റ. ദെൻ നമുക്ക് പറയാം ആംഗിൾ ഓഫ് റിപ്പോസ്. ഓക്കെ, ആംഗിൾ ഓഫ് റിപ്പോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെറ്റ്സ് സേ ദാറ്റ് വിൽ ബി ഈക്വൽ ടു തീറ്റ. ഓക്കെ ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാം ഇവിടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എൻ അല്ലെ, ആ എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്, എം ജി കോസ് തീറ്റയ്ക്ക് ഈക്വലാ അല്ലെ, എം ജി കോസ് തീറ്റ. സോ ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, എഫ് ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വലാ, എം ജി സൈൻ തീറ്റ അല്ലെ, ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത് ഫ്രിക്ഷണൽ ഫോഴ്സ്, ഇത് എം ജി സൈൻ തീറ്റ, രണ്ടും എന്താണ്, ഈക്വലന്റ് ഓപ്പോസിറ്റാ അല്ലെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേർജ് ഓഫ് സ്ലൈഡിങ് ഡൗൺ. ഓക്കെ, സ്ലൈഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ മൊമെന്റ്, അതായത് ഇത് സ്ലൈഡ് ചെയ്ത് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ആ ഒരു സമയത്ത് എന്താണ്, ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി സൈൻ തീറ്റയ്ക്കും നോർമൽ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി കോസ് തീറ്റയ്ക്കും ഈക്വൽ ആയിരിക്കും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്, 2/1 ചെയ്യാൻ പോവാ. ഓക്കെ, 2/1 എന്ന് പറയുമ്പോൾ എന്താണ്, എം ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എം ജി കോസ് തീറ്റ which is equal to f by n. f by n നേരത്തെ നമ്മൾ പറഞ്ഞു ആരാണ്, മ്യൂ ആണ്. എം ജി പോയി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീറ്റ വിൽ ബി ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മ്യൂ. ക്ലിയർ? യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ എക്സാക്ട്ലി പറഞ്ഞു വരുമ്പോൾ രണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പക്ഷെ രണ്ടും നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്ന ആംഗിൾ എന്താണ്, രണ്ടും ഡിഫറെന്റ് ആണ്.
ഓക്കെ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നോർമൽ റിയാക്ഷൻ ഫോഴ്സും റിസൾട്ടന്റും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യെസ്, അത് ഇൻക്ലൈൻഡ് ചെയ്യുന്നതിന്, അതായത് ആംഗിൾ ഓഫ് റീപോസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ വിച്ച് ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ മേക്സ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ഇതാണ് നമ്മുടെ സർഫസ്, ഇതാണ് നമ്മുടെ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ആംഗിൾ ആണ് എന്ന് പറയുന്നത് നമ്മുടെ ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റിലോട്ട് വരുവാണ്. എന്താണ്? സർക്കുലാർ മോഷൻ. എന്തായിരുന്നു? സർക്കുലർ മോഷൻ. സർക്കുലർ മോഷന്റെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മോഷന്റെ പ്ലെയിനിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം സർക്കുലർ മോഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു ഒബ്ജക്റ്റ് എന്താണ് സർക്കിൾ ഷേപ്പിൽ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? സർക്കുലർ മോഷൻ. ഇനി ആ മൂവ് ചെയ്യുന്ന കോൺസ്റ്റന്റ് സ്പീഡിലാണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെന്നുണ്ടെങ്കിൽ, എങ്ങനെയാണ്? കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞിരുന്നു അതെന്താണ്? യൂണിഫോം സർക്കുലാർ മോഷൻ ആണ്, അല്ലെ? യൂണിഫോം സർക്കുലാർ മോഷൻ ആണ്. ഇതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന മിസ്സ പിന്നെയും പറഞ്ഞു തരണ്ട, ഒന്നും കൂടെ ഓർത്ത് തലയിലൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഒരു ഒബ്ജക്റ്റ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പറയാം യൂണിഫോം സർക്കുലാർ മോഷൻ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഇവിടെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, എന്തോ ഒരു കളിപ്പാട്ടമാണ്, അല്ലെ? അതിങ്ങനെ അതിന്റെ എൻഡിൽ ഒരു ത്രെഡ് ഉണ്ട്, അതിന്റെ എൻഡിൽ അതിങ്ങനെ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുവാണ്? ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അറിയാം, ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇനേർഷ്യ, അല്ലെങ്കിൽ എന്താ പറയാ, ഈ ത്രെഡ് ഒന്ന് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് ആ ടാൻജന്റിന്റെ ഡയറക്ഷനിൽ, അതായത് നമ്മുടെ എന്താ പറയാ ഡയറക്ഷൻ, ഈ സർക്കുലർ മോഷനിലായിരിക്കില്ല അത് കണ്ടിന്യൂ ചെയ്യുന്നത്, അതിങ്ങനെ തെറിച്ചു പോകും. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. സോ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഒബ്ജക്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ സർക്കുലർ ഷേപ്പിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ ഒരു ടെൻഷൻ ആർക്ക് എക്സ്പീരിയൻസ് ചെയ്യും? നമ്മുടെ ഈ സ്ട്രിങ്ങിന് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, ആ ടെൻഷൻ ആണ് ഇവിടെ ആരായിട്ട് ആക്ട് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്ത് ഫോഴ്സ് ആണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പൊ സർക്കുലർ മോഷൻ പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു ടേം ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്തായിരുന്നു? യെസ്, ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ കറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ സർക്കുലർ മോഷൻ ഫോളോ ചെയ്യണമെങ്കിൽ ടുവേർഡ്സ് ദി സെന്റർ. എന്താണ്? ടുവേർഡ്സ് ദി സെന്റർ. ഓക്കെ, ടുവേർഡ്സ് ദി സെന്റർ അത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? യെസ്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞ സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഓക്കെ, സോ ഇവിടത്തെ കേസിൽ, അതായത് നമ്മുടെ സർക്കുലർ മോഷൻ നമ്മൾ ഇവിടെ പറഞ്ഞ കേസിൽ ആരാ സെൻട്രിപെറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്? യെസ്, ടെൻഷൻ ആണ്. ആരാ? ടെൻഷൻ. ഓക്കെ, ആ സ്ട്രിങ്ങിലോട്ട് വരുന്ന ടെൻഷൻ ആണ് ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ എക്സ്പ്രഷൻ എന്തായിരുന്നു മക്കളെ? mv²/r. വിക്ക് നമുക്കറിയാം എന്താണ്? ഒമേഗ ആർ, അല്ലെങ്കിൽ ആർ ഒമേഗ നമുക്ക് പറയാം. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ω²r² ഡിവൈഡഡ് ബൈ r² വിച്ച് ഇസ് ഈക്വൽ ടു mω²r. ഓക്കെ, അപ്പൊ നമുക്ക് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ഓക്കെ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ സെൻട്രിപെറ്റൽ മോഷൻ, സെൻട്രിപെറ്റൽ ഫോഴ്സ് FC which is equal to എന്താണ്? mω²r, അല്ലെങ്കിൽ നമുക്ക് പറയാം mv²/r എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? യെസ്, അപ്പൊ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സ് കിട്ടി. അത് ഇവിടെ പ്രൊവൈഡ് ചെയ്തത്, അതായത് ഈ കേസിൽ കൊടുത്തത് ആരായിരുന്നു? ടെൻഷൻ ആയിരുന്നു കൊടുത്തത്. അതായത് ഒരു കുട്ടി ഇങ്ങനെ ഒരു കളിപ്പാട്ടം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കളിപ്പാട്ടം അങ്ങനെ ആ സർക്കുലർ ഷേപ്പിൽ പോകാനുള്ള കാരണം അവിടെ ഉണ്ടായ ഫോഴ്സ് ഇവിടെ കൊടുത്തത് ആരാണ്? ടെൻഷൻ ആണ് കൊടുത്തത്. ഇനി നമുക്ക് അടുത്തൊരു കേസ് കേൾക്കാം. അടുത്തൊരു കേസ് തോന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പൊ സർക്കുലർ മോഷൻ അല്ലേ? അപ്പൊ നമ്മൾ റോഡിൽ നമ്മൾ കാറിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? യെസ്, എപ്പോഴും സ്ട്രേറ്റ് റോഡ് അല്ലല്ലോ, ഒരു കർവ് ഒക്കെ ഉണ്ട്. ഈ കർവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? സർക്കിളിന്റെ ഒരു ഭാഗമല്ലേ? അല്ലേ? സർക്കിളിന്റെ ഒരു ഭാഗമാണ് ഈ കർവ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം സർക്കിളിന്റെ ഒരു ഭാഗമല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കർവിലൂടെ പോകുന്ന സമയത്തും എന്ത് ആക്ട് ചെയ്യും? യെസ്, ഇതാണ് നമ്മുടെ കർവ്ഡ് പാത്ത്. ഓക്കെ, കർവ്ഡ് പാത്ത് ആണെന്നുണ്ടെങ്കിൽ ഇതിന് എന്ത് ചെയ്യും? യെസ്, ടുവേർഡ്സ് ദി സെന്റർ എന്തുണ്ടായിരിക്കും? ഒരു FC ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കും. അപ്പം ഈ കാർ അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് പറയാം ഈ റോഡുകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ്? ലെവൽ റോഡ് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? ആരെങ്കിലും കേൾക്കാത്തവരുണ്ടോ? ലെവൽ റോഡ്. ഓക്കെ, ലെവൽ റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാ നമ്മുടെ റോഡ്. ഓക്കെ, ഇനി ചില നമ്മൾ കേട്ടിട്ടുണ്ട് ബാങ്ക്ഡ് റോഡ്. ഓക്കെ, എന്താണ് ബാങ്ക്ഡ് റോഡ്? എന്താ? യെസ്, അതിന്റെ ഒരു ഭാഗം ഇൻസൈഡ്, അതായത് ഈ കർവിന്റെ ഉള്ളിലോട്ട് വരുന്ന ഭാഗം കുറച്ച് താഴ്ന്നിട്ടും ഈ ഭാഗം എന്താണ്? കുറച്ച് മുകളിലോട്ടായിരിക്കും. ഓക്കെ, അപ്പം അതൊക്കെ എന്തിനാണ്, എങ്ങനെയാണ്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ആ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ കർവ്ഡ് സർഫസിലൂടെ, ഓക്കെ, ഞാൻ വരയ്ക്കുന്നത് അത്ര കർവ്ഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കാർ, ഓക്കെ, ഇതാണ് നമ്മുടെ കാർ എന്ന് വിചാരിക്കും. ഈ കാർ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ടുവേർഡ്സ് സെന്റർ എന്നുണ്ട്, നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ട്. അപ്പം ഇവിടെ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്?
ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ആരാ കൊടുക്കുന്നത്? ഫ്രിക്ഷൻ. അതായത് ഒരു ലെവൽ റോഡിലൂടെ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കർവിലൂടെ നമ്മുടെ കാർ, അല്ലെങ്കിൽ ഒരു കാർ ഇങ്ങനെ വളഞ്ഞു പോവുകയാണ്. വളഞ്ഞു പോകുമ്പോൾ അത് എന്താണ്? ഒരു കർവ് എന്ന് പറഞ്ഞ സർക്കിളിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ആ സർക്കിളിന്റെ ടുവേർഡ്സ് ദി സെന്റർ ഒരു ഫോഴ്സ് അവിടെ ഉണ്ടാകും. ഇവിടെ ആ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. അതായത് നമുക്ക് പറയാം mv²/r. ഓക്കെ, സോ ഇവിടെ ഈ ഒരു കർവിന്റെ, ഓക്കെ, ഈ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്കിളിന്റെ ഭാഗമല്ലേ, അല്ലേ? അപ്പം ഈ റേഡിയസ് ഞാൻ എടുക്കുന്നത് r എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത്. സോ mv²/r. ഇവിടെ ആരാ കൊടുക്കുന്നത്? നമ്മുടെ ആരായിരുന്നു? നമ്മുടെ ആരാണ്? യെസ്, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് F is equal to എന്താണ്? μn അല്ലേ? സോ ആ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് mv²r/μn ആണ് ഇവിടെ കൊടുക്കുന്നത്. ക്ലിയർ? സോ ഇവിടെ എനിക്കറിയാം, അതായത് n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ലെവൽ റോഡ് അല്ലേ? ലെവൽ റോഡ് ആണെന്നുണ്ടെങ്കിൽ ദാ സർഫസിന് പെർപെൻഡിക്കുലർ ആയി, ലെവൽ റോഡാണ്, സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ആരുള്ളത്? നോർമൽ. അതേപോലെ തന്നെ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരും ഉള്ളത്? നമ്മുടെ വെയിറ്റ് mgയും ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ n-ന് പകരം എന്ത് കൊടുക്കുക? mg എന്ന് കൊടുക്കാൻ പോവാ. തെറ്റുണ്ടോ? ലെവൽ റോഡ് അല്ലേ, പരന്നതല്ലേ, ഓക്കെ, സമതല പ്രതലം അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ നോർമൽ ഇങ്ങനെ ആക്ട് ചെയ്തു. സോ സമതല പ്രതലമായതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ആരും എന്ത് പെർപെൻഡിക്കുലർ ആയിരിക്കും നമ്മുടെ സർഫസിന്? നമ്മുടെ mg അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഞാൻ ഇവിടെ എഴുതി mμg. ക്ലിയർ? ഇനി ഞാൻ ഇവിടെ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തി. എനിക്ക് അറിയേണ്ടത് ഈ വെലോസിറ്റിയാ. സോ ഞാൻ ആ v² മാത്രം അവിടെ നിർത്തി. v² മാത്രം നിർത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ μmg, ഓക്കെ, താഴത്തൊരു r ഉണ്ട്, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? m ഉണ്ട്. m ക്യാൻസൽ ആയി പോയി. എനിക്ക് കിട്ടുവാണ്, എന്താ എനിക്ക് കിട്ടിയത്? യെസ്, അതായത് സോറി, ഓക്കെ, യെസ്, v is equal to √μrg. ക്ലിയർ അല്ലേ? വെലോസിറ്റി എനിക്ക് കിട്ടി √μrg എന്ന് കിട്ടി. എങ്ങനെ കിട്ടിയത്? യെസ്, m ക്യാൻസൽ ആയി, പിന്നെ അവിടെ ആണുള്ളത്? μgr ആണുള്ളത്. ഇനി ഇവിടെ v² കിടക്കുന്നത്. സോ റൂട്ട് ഇട്ട് കഴിഞ്ഞാൽ വീന്റെ വാല്യൂ കിട്ടിയില്ലേ? അതായത് ഇങ്ങനെ ലെവൽ റോഡിൽ ഒരു കർവിലൂടെ നമ്മൾ പോകുന്ന സമയത്ത്, ഓക്കെ, ഒരു കർവിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് പോകാവുന്ന സേഫ് വെലോസിറ്റി, ഓക്കെ, ഒരു സേഫ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്നത്? √μrg. ക്ലിയർ ആയല്ലോ? സിമ്പിൾ. എന്തായിരുന്നു? ലെവൽ റോഡ്, കാർ ദാ ഇങ്ങനെ പോകുന്നു. ഓക്കെ, കാർ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇതെന്തെന്ന് എങ്ങനെയാണ്? ഇത് നമ്മുടെ സ്ട്രെയിറ്റ് ആണ് അല്ലേ? നമ്മുടെ പ്രതലം എന്ന് പറയുന്നതിന് ഒരു മാറ്റമില്ല. n ഇവിടെ ആക്ട് ചെയ്തു, നമ്മുടെ mg താഴത്തോട്ട് ആക്ട് ചെയ്തു. അപ്പൊ നമ്മൾ n is equal to mg എന്ന് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഈ ഒരു കർവ്, ഓക്കെ, ഈ ഒരു കർവ് മൂവ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുത്തത് ആരാണ്? ഫ്രിക്ഷൻ ആണ്. അവിടെ നമ്മൾ ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വെലോസിറ്റിക്ക് വാല്യൂ കണ്ടെത്തി. അതായത് അപ്പൊ നമ്മൾ ഈ കർവിലൂടെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാക്സിമം സേഫസ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? √μrg. അപ്പോഴാണ് മക്കളെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ചത്. അതായത് ഇപ്പം ലെറ്റ്സ് സേ നമ്മുടെ ഈ റോഡ് എന്ന് പറയുന്നത് റബ്ബറൈസ്ഡ് ഒന്നുമല്ല, നല്ല പായലൊക്കെ പിടിച്ച് ഒട്ടും, അതായത് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, ഓക്കെ, അതിന്റെ വാല്യൂ 0 ആണ്. ഓക്കെ, ചില റോഡ് അങ്ങനെ ഉണ്ടല്ലേ, μ is equal to 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എത്ര വെലോസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്? 0. അതായത് അത്തരം റോഡുകളിലൂടെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അത്തരം സാഹചര്യത്തിൽ വന്ന മോഡിഫിക്കേഷൻ ആണ് ഈ ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ അല്ലേ? ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ബിഫോർ ദാറ്റ്, അതിനെക്കാട്ടിലും മുമ്പ് നമുക്ക് വേറൊരു ചെറിയൊരു കാര്യം കൂടെ പറയാം. ഓക്കെ, നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ മോഷൻ ഓഫ് എ കാറിന്റെ ലെവൽ റോഡ്. ഓക്കെ, അവിടെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ്? യെസ്, നമ്മുടെ നേരത്തെ പറഞ്ഞ എന്താണ്? ഇവിടെ ഒരു മുകളിലോട്ട് താഴത്തോട്ട് നമ്മുടെ mg ആക്ട് ചെയ്യും. ഓക്കെ, മുകളിലോട്ട് n ആക്ട് ചെയ്യും. ഇവിടെ നമ്മുടെ FC, ഓക്കെ, FC പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഈസ് μmg. ഓക്കെ, n is equal to mg ആയതൊക്കെ മനസ്സിലായിരുന്നല്ലോ? യെസ്, അങ്ങനെ നമുക്ക് കിട്ടി. എന്താണ്? μ is equal to mg. ദെൻ നമ്മൾ പറയുവാണ്, ഓക്കെ, യെസ്, ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു μmg. ദെൻ നമുക്ക് കിട്ടി വെലോസിറ്റിയുടെ വാല്യൂ എന്താണ്? √μrg എന്ന് കിട്ടി ലെവൽ റോഡിൽ. ഇനി അടുത്ത കേസാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഓക്കെ, മോഷൻ ഓഫ് എ കാർ ഓൺ എ ലെവൽ റോഡ്. ഓക്കെ, ഇതിന്റെ ഹെഡിങ് തെറ്റാണ് കേട്ടോ. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. ഈ ലെവൽ റോഡിലൂടെ തന്നെ ഈ സൈക്കിൾ പോകുമ്പോൾ, അതായത് സൈക്ലിസ്റ്റുകൾ പോകുന്ന സമയത്ത് നമുക്കറിയാം അവരെന്ത് ചെയ്യും? മൊത്തത്തിൽ ഒന്ന് ബെൻഡ് ചെയ്യും അല്ലെ? സൈക്കിളും അവരും മൊത്തം എന്ത് ചെയ്യും? ഈ കർവഡ് ആയിട്ടുള്ള വഴി കൂടെ വരുന്ന സമയത്ത് അവർ മൊത്തത്തിൽ ഒന്ന് ബെൻഡ് ചെയ്യും. ഓക്കെ, അങ്ങനെ ബെൻഡ് ചെയ്യുന്ന സമയത്ത്, എന്തൊക്കെയാ പ്രത്യേകത? യെസ്, അതായത് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത്, ഓക്കെ, നോർമൽ എന്ന് പറയുന്നത് എന്താവും? കുറച്ച് ചെരിയും അല്ലെ? ഇതിനനുസരിച്ചിട്ടുള്ള ഒരു ചെരിവ് ആർക്ക് വരും? നോർമലിന് വരും. ഓക്കെ, mg താഴത്തോട്ട് തന്നെ അല്ലെ? mg താഴത്തോട്ട് തന്നെ. ക്ലിയർ? mg താഴത്തോട്ട് തന്നെ. ഇതാണ് നമ്മുടെ സർഫസ്. ഓക്കെ, ഇതാണ് സർഫസ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒരു ലൈനും കൂടെ വരച്ചു.
ഈ ആംഗിൾ എന്തായിട്ട് എടുത്തു നമ്മൾ തീറ്റ എന്ന് പറഞ്ഞിട്ടെടുത്തു. നമ്മുടെ ഫ്രിക്ഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഈ അഡ്ജസൻ സൈഡിനെ ഞാൻ എന്ത് വിളിക്കും? എൻ കോസ് തീറ്റ എന്ന് വിളിക്കും. തെറ്റില്ലല്ലോ. ഇനി ഈ സൈഡിനെയോ എൻ സൈൻ തീറ്റ എന്ന് വിളിക്കും. ഓക്കെ, ഒന്നുമില്ല. നമ്മുടെ സൈക്കിളിൽ നമ്മൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യും? ഒരു കർവ്ഡ് റോഡ് വരുവാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ നോർമൽ എന്താവും? നോർമലും അതിനനുസരിച്ച് തന്നെ ബെൻഡ് ചെയ്യും അല്ലേ? അപ്പം ഈ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെയാണ് നിൽക്കേണ്ടിയിരുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ പോവേണ്ടിയിരുന്നത്. സോ ഇവിടെ എന്താ ചെയ്തു? തീറ്റ ആംഗിൾ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടാണ്. ഓക്കെ, നമ്മൾ ഇവിടെ വരച്ചിരിക്കുന്ന പോലെ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കർവ്ഡ് റോഡ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ചെരിയുമ്പോൾ നമ്മുടെ നോർമൽ എങ്ങനെയായിരുന്നു ഇരിക്കേണ്ടിരുന്നത്? ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ഒരു തീറ്റ ആംഗിൾ ഇൻക്ലൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ കർവ്ഡ് റോഡിലൂടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ തീറ്റ ആംഗിൾ എന്ന് പറഞ്ഞു, ഒരു തീറ്റ ആംഗിൾ ഇൻക്ലൈൻ ചെയ്തേക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എന്നിന് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്തു? കമ്പോണൻസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. എൻ കോസ് തീറ്റ, എൻ സൈൻ തീറ്റ. ഇനി ഇവിടെ നമ്മൾ പറയുവാണെന്നുണ്ടെങ്കിൽ എന്താണ്? എഫ് ആർ, നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? എൻ സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. അതുപോലെ എം ജി എന്ന് പറയുന്നത് എന്തിന് ഈക്വലന്റ് ആണ്? എൻ കോസ് തീറ്റ. ഓക്കെ, എൻ കോസ് തീറ്റയ്ക്കും ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാൻ പോകും. അതായത് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ജി. എന്നും എന്നും പോയി. കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ആൻഡ് ദെൻ നമുക്ക് പറയാം ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ബൈ എം ജി. ഈ എഫ് അതായത് നമ്മുടെ ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലേ? ഓക്കെ, അതിന് ഞാൻ കൊടുക്കുവാണ് എം വി സ്ക്വയർ ബൈ ആർ. ഓക്കെ, ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ കർവ്ഡ് റോഡിന്റെ റേഡിയസ് ആണ് ഡിവൈഡഡ് ബൈ എം ജി. സോ ഇവിടെ ഇതും ക്യാൻസൽ ആയി പോയി. എനിക്ക് കിട്ടി വി സ്ക്വയർ ബൈ ആർ ജി. ക്ലിയർ? യെസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എഴുതുവാണ് ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ദെൻ വി വിൽ ബി ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ റൂട്ട്. ഓക്കെ, സോ വി നമുക്ക് കിട്ടി. അതായത് ഇങ്ങനെയുള്ള റോഡുകളിൽ നമ്മൾ ചെറുതായിട്ട് നോർമൽ, അതായത് നമ്മുടെ നോർമൽ റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ നമ്മളൊന്ന് ചെറുതായിട്ട് ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ബെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? യെസ്, അവിടെ നമുക്ക് എന്താണ്? മ്യൂവിന്റെ വാല്യൂ, അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 ആയാൽ പോലും നമുക്ക് എന്ത് ചെയ്യും? ഒരു വെലോസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. ക്ലിയർ അല്ലേ? യെസ്, അവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0 ആയാലും എന്തുണ്ട്? നമുക്കൊരു സേഫ് വെലോസിറ്റിയിൽ പോവാം. അപ്പം കാറിന്റെയും സൈക്കിളിന്റെയും ബൈക്കിന്റെ ഒക്കെ കേസിൽ നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ബെൻഡ് ചെയ്യാം. പക്ഷെ നമുക്ക് കാറിന്റെ കേസിലൊക്കെ അത് പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ബാങ്ക്ഡ് റോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ, ബാങ്ക്ഡ് റോഡ്. ഓക്കെ, യെസ്, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതേ സെയിം കാര്യം, അതായത് സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മളൊരു കർവ്ഡ് സർഫസിലൂടെ പോകുമ്പോൾ വെലോസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യുന്നു. ആ ബെൻഡിങ്, ഓക്കെ, ആ ബെൻഡിങ് എന്തിനു കൊടുത്തേക്കുവാണ്? റോഡിന് കൊടുത്തേക്കുവാണ്. ഓക്കെ, സോ യെസ്, ഹൊറിസോണ്ടൽ നോർമൽ റിയാക്ഷൻ വിൽ ബി സെന്റിമീറ്റർ ഫോഴ്സ് ഫ്രിക്ഷൻ ഇസ് നോട്ട്, അതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? യെസ്, ഈ നോർമൽ കുറച്ചൊന്ന് ചെരിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്? യെസ്, ഈ റോഡിനെ തന്നെ നമ്മൾ ചിരിച്ചു. അപ്പം അതിന്റെ ഇന്നർ സർഫസ് എന്ത് ചെയ്യും? കുറച്ച് താഴെയും അതുപോലെ അതിന്റെ ഔട്ടർ, അതായത് ഔട്ട്സൈഡ് ഭാഗം എന്ത് ചെയ്യും? യെസ്, കുറച്ച് അപ്പും അല്ലെങ്കിൽ കുറച്ച് എലവേറ്റഡ് ആയിട്ടായിരിക്കും കാണുന്നത്. ഇതാണ് നമ്മൾ കാണുന്ന എന്താ പറയുക? യെസ്, നമ്മുടെ എലവേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക്ഡ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്തൊക്കെ ആക്ട് ചെയ്യും? വെയിറ്റ് ആക്ട് ചെയ്യും അല്ലെ? താഴത്തോട്ട് ആര് ആക്ട് ചെയ്യും? വെയിറ്റ് ആക്ട് ചെയ്യും. ഓക്കെ, യെസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ബാങ്ക്ഡ് റോഡിലൂടെ പോകുന്ന, അതായത് നമ്മുടെ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിൾ മേക്ക് ചെയ്യുന്നു. അതാണ് നമ്മുടെ ബാങ്ക്ഡ് റോഡിന്റെ കോൺസെപ്റ്റ്. ഓക്കെ, സോ അവിടെ ആരുണ്ട്? നമ്മുടെ നോർമൽ ഉണ്ട്. ഓക്കെ, താഴത്തോട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? എം ജി ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? എന്നിന് നമ്മൾ കമ്പോണൻസ് ആക്കി എൻ കോസ് തീറ്റയും എൻ സൈൻ തീറ്റയും ആക്കി. ഓക്കെ, എൻ കോസ് തീറ്റ ആൻഡ് ടുവേർഡ്സ് ദിസ് ഡയറക്ഷൻ എന്താണ്? എൻ സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് നമ്മുടെ സർഫസിന് പാരലൽ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ യെസ്, അപ്പം ഫ്രിക്ഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ഫ്രിക്ഷണൽ ഫോഴ്സിനെ നമ്മൾ കമ്പോണന്റ് ആക്കുവാണ്. ഫ്രിക്ഷണൽ ഫോഴ്സിനെ കമ്പോണന്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, എഫ് സൈൻ തീറ്റയും കിട്ടും, അതുപോലെ തന്നെ എഫ് കോസ് തീറ്റയും കിട്ടും. ഓക്കെ, ഫ്രിക്ഷണൽ ഫോഴ്സ് ഇതാ വരുന്നു. ഓക്കെ അല്ലേ? യെസ്, അപ്പം എഫ് കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ. ക്ലിയർ? യെസ്, അപ്പം ഇതിന് നമ്മൾ എന്താ പറയുക? നമ്മുടെ കമ്പോണൻസ് മാത്രം ആക്കിയിട്ട് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നതാണ്. യെസ്, സോ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഞാൻ നോക്കിയപ്പം എൻ കോസ് തീറ്റ, എഫ് സൈൻ തീറ്റ, എം ജി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതാൻ പോവാണ് എൻ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും താഴെയും എൻ കോസ് തീറ്റ മുകളിലോട്ടാണ്. അപ്പം എൻ കോസ് തീറ്റയ്ക്ക് ആര് ഈക്വൽ ആണ്? എഫ് സൈൻ തീറ്റ പ്ലസ് എം ജി. ഓക്കെ, ഇതിനെ ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്ത് എഴുതുവാണ്. അതായത് എം ജി വിച്ച് ഇസ് ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ.
ക്ലിയർ അല്ലേ? യെസ്. ഇനി ഞാൻ ഈ ഡയറക്ഷൻ നോക്കുക, അതായത് ഇവിടെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ മനസ്സിലായത്? യെസ്, എൻ സൈൻ തീറ്റ, ഇത് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് ഇടുവാണ് കേട്ടോ. എൻ സൈൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു, ഓക്കെ, എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ എന്താണ്? ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 0. ഓക്കെ അല്ലേ? അപ്പം എനിക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 2 കിട്ടി. അപ്പം 2 ഇക്വേഷൻസ് ആണ് കിട്ടിയത്. എം ജി which is equal to n cos theta minus f sin theta and n sin theta plus f cos theta which is equal to 0. ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? 2/1 ചെയ്യാൻ പോവാം. ഓക്കെ, നോക്കാം നമുക്ക്. അതായത് n sin theta plus f cos theta divided by n cos theta minus f sin theta. ഓക്കെ, ഇവിടെ നമുക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇവിടെ 0 അല്ല വരാം, ഇവിടെ എന്താ വരാം? mv²/r ആണ് കേട്ടോ വരാം. അതായത് നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? യെസ്, അപ്പം നമ്മുടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് വരുന്നത്, തെറ്റിക്കരുത്, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. യെസ്, അപ്പം നമ്മുടെ n sin theta plus f cos theta which is equal to mv²/r ആണ്. സോ mv²/r ഡിവൈഡഡ് ബൈ എന്ത് വരും? mg എന്ന് വരും. ക്ലിയർ അല്ലേ? യെസ്, അപ്പം നമ്മുടെ എമ്മും പോയി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ v²/rg വന്നു. ഓക്കെ, യെസ്. ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ എല്ലാ ടേംസിനും നമ്മൾ എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക? എൻ കോസ് തീറ്റ. ഓക്കെ, എൻ കോസ് തീറ്റ വെച്ചിട്ട് ഓരോ ടേമിനും നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോകും. അതായത് എൻ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ അഗെയിൻ ഡിവൈഡഡ് ബൈ എന്താണ്? എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ പ്ലസ് എഫ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ. ഓക്കെ, സോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്യുക. അതായത് ഇവിടെ എന്നും പോയി. സോ ഇവിടെ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഓക്കെ, പ്ലസ് ഇവിടെ എന്താണ്? കോസ് തീറ്റയും പോയി, നമുക്ക് എന്ത് കിട്ടി? എഫ് ബൈ എൻ എന്ന് വന്നു. ഡിവൈഡഡ് ബൈ ഇവിടെ എൻ കോസ് തീറ്റ പോയി 1 പ്ലസ് ഇവിടെ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ദാറ്റ് ഇസ് ടാൻ തീറ്റ. സോ എഫ് ബൈ എൻ ടാൻ തീറ്റ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു മക്കളെ? v²/rg. ക്ലിയർ അല്ലേ? യെസ്, v²/rg എന്ന് വന്നു. സോ ടാൻ തീറ്റ പ്ലസ് എഫ് ബൈ എൻ എന്തായിരുന്നു? മ്യൂ ആണല്ലേ? സോ ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു v²/rg. ക്ലിയർ അല്ലേ? v²/rg. സോ ഇവിടെ ഞാൻ എന്ത് ചെയ്യാൻ പോവാ? വിക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോവാ. വിക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കിട്ടും എനിക്ക്? യെസ്, v will be equal to, ഓക്കെ, v will be equal to rg റൂട്ട് ആദ്യം വേണേ, റൂട്ട് rg ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ ടാൻ തീറ്റ. ഓക്കെ, സിമ്പിൾ. ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 പ്ലസ് മ്യൂ ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റു rg വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി കിട്ടി. അതായത് ബാങ്ക്ഡ് റോഡ്സ് ആകുമ്പോൾ നമുക്ക് എഗെയിൻ എന്ത് കിട്ടി? യെസ്, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് 0 ആയാൽ പോലും നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു വെലോസിറ്റിയിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് തന്നെയായിരുന്നു? യെസ്, സിമ്പിൾ ആണ്. അതായത് നമ്മൾ നേരെ ലെവൽ റോഡിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എടുക്കാവുന്ന മാക്സിമം സേഫസ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? v is equal to root of mu rg ആണ്. അപ്പം അവിടെ നമ്മൾ പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ നമുക്ക് 0 ആയിട്ടുണ്ട്. അതായത് പായലും പൂപ്പലൊക്കെ പിടിച്ചിട്ട് കിടക്കുന്ന ഒരു റോഡ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മ്യൂവിന്റെ വാല്യൂ 0 ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് അത്തരം വഴികളിലൂടെ സഞ്ചരിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ സൈക്ലിസ്റ്റുകളെ കണ്ടത്. സൈക്ലിസ്റ്റുകൾ എന്താ ചെയ്യുന്നത്? യെസ്, നേരെ ഒന്ന് ചെരിഞ്ഞിട്ടാണ് പോകുന്നത്. അതേ ചെരിവ് നമുക്ക് കാറിന് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു? റോഡിനെ തന്നെ ചെരിച്ചു. അതാണ് ബാങ്ക്ഡ് റോഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഓക്കെ, യെസ്, അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് വന്നതും ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു വെലോസിറ്റി കിട്ടിയതും. ഈ ഡെറിവേഷനൊക്കെ പഠിച്ചു വയ്ക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ കൂടെ തരുവാണ്. സോ എല്ലാവരും എല്ലാവരും മാക്സിമം പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്രശ്നവും വേണ്ട. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ കമന്റ് ബോക്സിൽ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, നമ്മളിതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. സോ എഗെയിൻ ഒന്നും കൂടെ ആവർത്തിച്ച് പറയുവാണ്. എന്തെങ്കിലും ക്ലാരിറ്റി, എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് പറയാം. നമ്മൾ അതിനനുസരിച്ചുള്ള സൊല്യൂഷനായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പോൾ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ആരും മറക്കരുത്. ആൻഡ് ഓൾസോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്തായിരുന്നു? യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റുകൾ ഏതെങ്കിലും, ഓക്കെ, കോൺസെപ്റ്റുകളാണ് നമ്മൾ കൂടുതലും ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ സെപ്പറേറ്റ് സെഷനാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് വേണമെങ്കിൽ ആ ലൈവ് സെഷൻസിൻ്റെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് ലൈവ് സെഷൻസും വെക്കാം.
ഓക്കെ യെസ്, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലം കൂടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ഒന്ന് പറയാം. ആൻഡ് ഓൾസോ യെസ്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ആരും ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേദാന്തു മലയാളം എന്ന് നിങ്ങൾ ടെലഗ്രാമിൽ എടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കിട്ടും. ഓക്കെ യെസ്, ആൻഡ് ഓൾസോ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലൊന്നും മടി കാണിക്കരുത്. ഓക്കെ യെസ്, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സെഷനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസ് ഓഫ് മോഷൻ്റെ തന്നെ ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനുണ്ട്. ആ പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ യെസ്, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു സോ മച്ച്. ബൈ.